വെൽക്കം ടു JP's ക്ലാസ്സസ്. മക്കളെ, നമുക്കിന്ന് ബയോളജിയിലെ ചില ഫോക്കസ് ഏരിയാസിലേക്ക് പോവാം അല്ലേ. ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾക്കറിയാം ബയോളജി രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, ബോട്ടണിയും സുവോളജിയും. എൻ്റെ സബ്ജക്റ്റ് സുവോളജിയാണ്. സുവോളജി +1 നമുക്ക് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. 11 ചാപ്റ്റേഴ്സ് ഏതിലാണ്? ബോട്ടണിയിലാണ്. ഏതൊക്കെയായിരുന്നു സുവോളജിയിൽ വരുന്ന 11 ചാപ്റ്റേഴ്സ്? ലിവിങ് വേൾഡ് പറയാൻ പറ്റും അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ ആനിമൽ കിങ്ഡം, +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ഏത്? ആനിമൽ കിങ്ഡം. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, പിന്നെ ബയോമോളിക്യൂൾസ്. 4 ചാപ്റ്റർ ആയില്ലേ. ഇനി ബാക്കി 7 ചാപ്റ്റർ ഇല്ലേ, അത് ഹ്യൂമൻ ഫിസിയോളജി എന്നാണ് സെഷൻ വിളിക്കുക. അതായത് മനുഷ്യരായ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണ് ഫിസിയോളജിയിൽ വരിക. എന്താ ഫിസിയോളജി? സ്റ്റഡി ഓഫ് ലൈഫ് പ്രോസസ്സസ് ഒക്കെ വിളിക്കാറുണ്ട്. ജീവിത പ്രക്രിയയെക്കുറിച്ച് പഠിക്കുന്ന സ്റ്റഡീസിനാണ് നമ്മൾ എന്ത് പറയുക? ഫിസിയോളജി എന്ന് പറയുക. അത് മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി, പ്ലാന്റിലാണെങ്കിലോ പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജി ബോട്ടണിയിലേക്ക് വരിക അല്ലേ. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, അതുപോലെ ഫോട്ടോസിന്തസിസിൻ്റെ ഒക്കെ ചാപ്റ്റർ ഉണ്ടല്ലോ, റെസ്പിറേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബോട്ടണിയിൽ വരും. ഏതൊക്കെയാണ് ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്നത്? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറില്ലേ, അതുമായി ബന്ധപ്പെട്ട സിസ്റ്റം നമ്മളെ ബോഡിയിലുണ്ട്. ഏതാ? ഡൈജസ്റ്റീവ് സിസ്റ്റം. ശ്വസിക്കാറില്ലേ, ശ്വാസം എടുക്കാറില്ലേ, കളയാറില്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം. തിന്നൽ മാത്രമാണോ, കളയാറില്ലേ? എക്സ്ക്രീറ്ററി സിസ്റ്റം. അതുപോലെ ഹാർട്ട് റിലേറ്റഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അതുപോലെ സ്കെലറ്റൽ ആൻഡ് മസ്കുലാർ സിസ്റ്റം, ലോക്കോമോഷൻ ആൻഡ് ഇറ്റ്സ് മൂവ്മെന്റ്. അതാണ് ആ ചാപ്റ്ററിൻ്റെ പേര്, അങ്ങനെയാണ് വരുന്നത്. പിന്നെയോ ന്യൂറൽ സിസ്റ്റം, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. പിന്നെ ഒരുപാട് ഗ്ലാൻസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉള്ള ചാപ്റ്റർ പഠിക്കാണ്ടല്ലോ അല്ലേ. ഏതാ? എൻഡോക്രൈൻ സിസ്റ്റം. ഹോർമോൺസ് കെമിക്കൽ അല്ലേ, അതുകൊണ്ട് ആ ചാപ്റ്ററിൻ്റെ പേര് അവിടെ എന്ത് കൊടുത്തു? കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ദെയർ ഇൻ്റഗ്രേഷൻ. അങ്ങനെ 7ഓളം ഫിസിയോളജി, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഫിസിയോളജിയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, പക്ഷേ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് +2 പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഫിസിയോളജി ഇന്ന് സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പോൾ നല്ല കുട്ടികളായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂലേ. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇന്ന് എടുക്കാൻ പോവാണ്. എന്താണ് ആ ചാപ്റ്ററിൻ്റെ പേര്? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ചുരുക്കി പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹ്യൂമൻ ഫിസിയോളജി ആയതുകൊണ്ട് ആരെ ഡൈജസ്റ്റീവ് സിസ്റ്റം? ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. വല്ല കാളൻ്റെയും പോത്തിൻ്റെയും ഒക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവിടെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഫിസിയോളജിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലുള്ള ഫോക്കസ് ഏരിയാസ് നമ്മൾ കവർ ചെയ്യാണ് അല്ലേ. നമുക്ക് ഈ ചാപ്റ്റർ എൻറ്റയർ അല്ലെ ത്രൂ ഔട്ട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ പകുതിയെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ടോപ്പിക്സിലൂടെ നമ്മൾ കടന്നു പോവാണ്. അതിനു മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണ്ടേ. എന്താ മക്കളെ ഡൈജഷൻ? ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കുന്ന പ്രോസസ്സ് അല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ സം ടോട്ടൽ ഓഫ് ബയോകെമിക്കൽ റിയാക്ഷനെ നമ്മൾ മെറ്റബോളിക് റിയാക്ഷൻ എന്ന് വിളിച്ചു. ഏതൊക്കെയാണ് ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻ? കാറ്റബോളിക് റിയാക്ഷനും ഉണ്ട്, ആനബോളിക് റിയാക്ഷനും ഉണ്ട്. എന്താ കാറ്റബോളിസം, എന്താ ആനബോളിസം? അല്ല, അവിടെ ഒരു ചളിയൊക്കെ നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. കാറ്റബോളിസം, കാറ്റ് പൂച്ച, വലിയ ആനകളെ പൊടിച്ചിട്ട് പൂച്ചയാക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്? കാറ്റബോളിക് റിയാക്ഷൻ. ഇനി പൂച്ച കൂടിച്ചേർന്നിട്ട് വലിയ ആനയായാലോ? ആനബോളിക് റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഡൈജഷൻ ഏതിന് എക്സാമ്പിളാ? പൊടിക്കുന്ന പ്രോസസ്സ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വലിയ പദാർത്ഥങ്ങളല്ലേ, അതിനെ പൊടിച്ചിട്ട് കുഞ്ഞു 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 കുട്ടികളാക്കിയിട്ട് ബ്ലഡിലേക്ക് എത്തിക്കണം അല്ലേ, എന്നാലല്ലേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതായത് പൊടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കും. ആ പൊടിച്ച പദാർത്ഥത്തിനെ ബ്ലഡിലേക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താ ഡൈജഷൻ? എന്താണ് ഡൈജഷൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. ബ്ലഡിൽ അലിയുന്ന രൂപത്തിലാക്കി മാറ്റണം. ആ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഡൈജഷൻ. ഇനിയോ ആ പൊടിച്ച സാധനത്തിനെ ബ്ലഡിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ അല്ലേ. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഈ ഹെഡിങ് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. നമുക്കിതിൽ ആദ്യം പഠിക്കാനുള്ളത് അലിമെൻ്ററി കനാലാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് കനാലാണ്? അലിമെൻ്ററി കനാൽ. അലിമെൻ്ററി കനാൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ഫുഡ് പോകുന്ന ഒരു ട്രാക്റ്റ് ആണല്ലേ. നിങ്ങൾക്കറിയാം ഏത് മുതൽ ഏത് വരെയാണ് അലിമെൻ്ററി കനാൽ? ഏത് മുതൽ ഏത് വരെയാണ് അലിമെൻ്ററി കനാൽ? മൗത്ത് ടു എയ്നസ് റീജിയൺ അല്ലേ. ഈ വായ തുറന്നിട്ടല്ലേ നമ്മൾ ഭക്ഷണം അകത്തേക്ക് ഇടുക. നിങ്ങൾക്കറിയാം അങ്ങനെ പോയി അല്ലേ. എങ്ങനെ ഏതൊക്കെ അതിനിടയിൽ ഒരുപാട് പാർട്സ് വരുന്നുണ്ട്. മൗത്ത് കഴിഞ്ഞാൽ ഓറൽ ക്യാവിറ്റി, പിന്നെ ഫാരിങ്സ് ഉണ്ട്, പിന്നെ അന്നനാളം ഈസോഫാഗസ് ഉണ്ട്, പിന്നെ ആമാശയം സ്റ്റൊമക്കുണ്ട്. അവിടുന്ന് എവിടേക്ക് എത്തും? ചെറുകുടൽ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് എത്തും. ആ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആവും.
അവിടെ വെച്ചിട്ട് തന്നെ അബ്സോർപ്ഷൻ നടക്കും. ബാക്കി ഫുഡ് വേസ്റ്റ്, ബാക്കി വേസ്റ്റ് ആണ് വൻകുടൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് കയറുന്നത്. അങ്ങനെ സീക്കം വഴി കോളൻ വഴി റക്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. വിചാരിച്ച് കഴിഞ്ഞാൽ എയ്നസിലൂടെ കടത്തിവിടും. അപ്പം ഫുഡിൻ്റെ വേസ്റ്റ് കളയുന്ന പാർട്ടല്ലേ എയ്നസ്, നമ്മളെ ബാക്ക് സൈഡിലല്ലേ എയ്നസ് റീജിയൻ, എയ്നൽ ഓപ്പണിംഗ് ഉണ്ടാവുക. അപ്പോൾ അതും അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടല്ലേ. അപ്പം മൗത്ത് മുതൽ എയ്നസ് വരെയുള്ള പാർട്ടാണ്. ഇത് മുതൽ ഇതുവരെ നമുക്ക് അലിമെൻ്ററി കനാൽ പറയാൻ പറ്റും. പക്ഷേ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫോക്കസ് പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അലിമെൻ്ററി കനാലിൽ ഏത് മാത്രമേ ഉള്ളൂ? ഓറൽ ക്യാവിറ്റി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മൗത്ത് കഴിഞ്ഞിട്ടുള്ള ഓറൽ ക്യാവിറ്റി, വായ് അറ. അലിമെൻ്ററി കനാൽ നമ്മളോട് എന്താ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഓറൽ ക്യാവിറ്റി. ഒരു മനുഷ്യന്റെ വായ് അറയിൽ എന്തൊക്കെയുണ്ട്? ഒരു മനുഷ്യന്റെ വായ് അറയില് ടീത്തുണ്ട്, പല്ലുകളില്ലേ. പിന്നെ നാവുണ്ട്, ടങ്ക് ഉണ്ട് അല്ലേ, ടങ്ക് ഉണ്ട്. പിന്നെ മുകളിൽ അണ്ണാക്കുണ്ട്, അതിന് പാലറ്റ് എന്ന് വിളിച്ചൂടെ, പാലറ്റ്. അതുപോലെ ചീക്കൊക്കെ ഉണ്ട്. ഈ ഓറൽ ക്യാവിറ്റിയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ? പക്ഷേ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് മാത്രമാണ്? ടീത്ത് മാത്രമാണ്. മനസ്സിലായോ? പല്ലുകളെ കുറിച്ച് മാത്രമാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അലിമെൻ്ററി കനാലിൽ ഇഷ്ടം പോലെ ഒരുപാട് പാർട്സിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടിയിരുന്നു. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടീത്തിനെ കുറിച്ച് മാത്രം പഠിക്കാനാണ്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഉറപ്പാണോ? അപ്പം ഇബാടെ നോക്കിക്കോ. ഞാൻ ആരെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവാണ്? ടീത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ പോവാ അല്ലേ. നിങ്ങൾക്കറിയാം പാൽപ്പല്ലും സ്ഥിരതയുള്ള പല്ലുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്പറിംഗ് ഒക്കെ നമുക്ക് പഠിക്കാണ്ടേ. അതൊക്കെ ഞാൻ പിന്നീട് എടുക്കേ. ആദ്യം ഞാൻ മക്കളെ നിങ്ങൾക്ക് കുറച്ച് ടേംസ് പഠിപ്പിക്കട്ടെ. നമ്മളൊക്കെ പല്ലുകളുള്ള ആൾക്കാരാണല്ലേ. നമ്മൾ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഈ പല്ല് എങ്ങനെയാണ് കാണാൻ? ഏകദേശം പല്ലിന് വേരൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെയാണ് ഫ്രണ്ടിലത്തെ 2 പല്ല് കാണാനുണ്ടാവുക അല്ലേ. അതായത് പല്ലുകൾക്ക് വേരുകളുണ്ട്. വേരിനെ നമുക്ക് റൂട്ട് എന്ന് വിളിച്ചൂടെ? ഈ പുറത്തേക്ക് കാണുന്ന പോർഷനെ നമ്മൾ ക്രൗൺ എന്നല്ലേ വിളിക്കുക. അപ്പൊ ഈ വേരിനെ നമുക്ക് റൂട്ട് എന്ന് വിളിച്ചൂടെ? എടോ, ഇത് മാത്രമാണ് പുറത്തേക്ക് കാണുക. വേര് പുറത്തേക്ക് കാണോ? ഇല്ല. എന്താ കാരണം? പല്ലുകളൊക്കെ എല്ലിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് അപ്പർ ജോ, ഇത് ലോവർ ജോ. അല്ല, ഇത് അപ്പർ ജോ, ഇത് ലോവർ ജോ. ജോ ആണ്, എല്ലുകളാണ്, ജോ ബോൺസ് ആണ്. ആ എല്ലിൻ്റെ ഒക്കെ നടുവില്, ഇതിൻ്റെ നടുവില് ഓരോരോ ഹോൾസ് ഉണ്ട്, ഓരോരോ ബോണി സോക്കറ്റ് ഉണ്ട്. നമ്മൾ ചാർജറിലൊക്കെ അല്ലേ സോക്കറ്റിൽ നമ്മൾ പ്ലഗ് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ഈ ജോ ബോണിന്റെ സെൻട്രൽ റീജിയനിൽ സോക്കറ്റ് ഉണ്ട്. അപ്പൊ താഴെയും സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിലേക്ക് കയറിയിരിക്കും ആര്? നമ്മുടെ ഈ വേരുകൾ. അപ്പൊ വേര് പുറത്തേക്ക് കാണാൻ പറ്റൂല. ഈ ക്രൗൺ പോർഷൻ മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി? മനുഷ്യന്റെ ഓരോ പല്ലുകളും ഓരോ അറയിൽ കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഹ്യൂമൻ ഡെന്റിഷനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. തീക്കോഡോണ്ട്. ഡോണ്ട് എന്ന് വെച്ചാൽ ഡെന്റിഷൻ ആണ് അല്ലേ. തീക്കോ എന്ന് വെച്ചാൽ സോക്കറ്റ് എന്നർത്ഥം. എന്ത് മനസ്സിലായി? മനുഷ്യന്റെ ഓരോ പല്ലുകളും ഓരോ അറക്കകത്ത് കയറിയിരിക്കുന്നു, ഓരോ സോക്കറ്റിനകത്ത് കയറിയിരിക്കുന്നു. അപ്പൊ മേലത്തെ വേര് മേലോട്ടേക്കല്ലേ ഉണ്ടാവുക? താഴത്തെ പല്ല് എങ്ങനെയാ ഉണ്ടാവുക? വേര് താഴോട്ടേക്കല്ലേ ഉണ്ടാവുക? താഴെയാണ് സോക്കറ്റ്. അതുകൊണ്ടല്ലാണല്ലോ അല്ലെ താഴത്തത് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? വേര് താഴോട്ടേക്കായിരിക്കും. അപ്പൊ എന്ത് മനസ്സിലായി? എന്താണ് തീക്കോഡോണ്ട്? എന്താണ് മക്കളെ തീക്കോഡോണ്ട്? ഈച്ച് ടൂത്ത് എംബഡഡിനെ കിടക്കുന്നു. എംബഡ് ബെഡൺ അല്ലേ. എംബഡഡിനെ എവിടെ? സോക്കറ്റ് ഓഫ് ജോ ബോൺ. അപ്പൊ എന്താ തീക്കോഡോണ്ട്? എന്റെ കൂടെ പറഞ്ഞേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓരോ പല്ലും ഓരോ അറക്കകത്ത് കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഹ്യൂമൻ ഡെന്റിഷൻ തീക്കോഡോണ്ടാണ്. അതെങ്ങനെയാ നമ്മൾ സെന്റൻസിൽ പറയാ? എങ്ങനെയാ സ്റ്റേറ്റ്മെന്റിൽ പറയാ? ഈച്ച് ടൂത്ത് എംബഡഡ് ഇൻ എവിടെ? സോക്കറ്റ് ഓഫ് ജോ ബോൺ. സോ ദ ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് കാൾഡ് തീക്കോഡോണ്ട്. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞ ഓരോ പല്ലും സോക്കറ്റ് കയറിയിരിക്കുന്നു, എംബഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഹ്യൂമൻ ഡെന്റിഷൻ എന്ത് വിളിച്ചോടോ? തീക്കോഡോണ്ട് എന്ന് വിളിച്ചു. മനസ്സിലായോ? അടുത്തത് നോക്കിക്കാം. നമ്മളൊക്കെ ചെറുതായിട്ടല്ലേ വലുതായത്? ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾ അല്ലേ ഒരു കുഞ്ഞുവാവ ജനിച്ചു കഴിഞ്ഞാൽ 6-ാം മാസം മുതൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ കുഞ്ഞുവാവക്ക് പല്ല് വന്ന് തുടങ്ങും. ചില കുട്ടികൾക്ക് 10 മാസം കഴിഞ്ഞാലേ വരാറുള്ളൂ. ആ 6 to 10 മാസത്തിനുള്ളിൽ പല്ല് വന്ന് തുടങ്ങാറുണ്ട് അല്ലേ. ആ ആദ്യം വരുന്ന പല്ലിനെ നമ്മൾ പാൽ പല്ലുകൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, മിൽക്ക് ടീത്ത് അല്ലേ. അങ്ങനെ ആ കുട്ടി വലുതായി 4-5 വയസ്സായി. ആ 4-5 വയസ്സായ കുട്ടിക്ക് 20ഓളം പാൽപ്പല്ല് വന്നിട്ടുണ്ടാവും. അപ്പൊ പാൽപ്പല്ലിന്റെ എണ്ണം എത്ര?
20 അങ്ങനെ ആ കുഞ്ഞ് വലുതായിട്ട് 6 വയസ്സ് 7 വയസ്സ് കഴിഞ്ഞാൽ ആ പാൽപ്പല്ല് കൊഴിഞ്ഞു തുടങ്ങും. പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് പെർമനന്റ് ടീത്തല്ലേ, സ്ഥിരതയുള്ള ടീത്തല്ലേ അല്ലേ? അങ്ങനെ 12-13 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 14 വയസ്സ് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് 28 പെർമനന്റ് ടീത്ത് വരും. അല്ലേ? 14 വയസ്സ് 15 വയസ്സായ കുട്ടിക്ക് പെർമനന്റ് ടീത്ത് 28 ഉണ്ടാവുള്ളൂ. പിന്നെ 17 വയസ്സ് മുതൽ ഒരു 25 വയസ്സിനുള്ളിൽ 32 പല്ലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓരോ അണപ്പല്ല് ലാസ്റ്റ് വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 സെറ്റ് ഓഫ് ടീത്ത് കടന്നു പോകുന്നുണ്ട്. പാൽപ്പല്ലും പിന്നീട് വരുന്ന സ്ഥിരതയുള്ള പല്ലും. ചുരുക്കി പറഞ്ഞാൽ മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 സെറ്റ് ഓഫ് ടീത്ത് കടന്നു പോകുന്നുണ്ട്. ശരിയല്ലേ? 2ന് നമുക്ക് ഡൈ എന്ന് വിളിച്ചൂടെ? 2 സെറ്റ് കടന്നു പോകുന്നത് കൊണ്ട് ഹ്യൂമൻ ഡെന്റീഷനെ നമ്മൾ ഡൈഫയോഡോണ്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഡെന്റീഷൻ എങ്ങനെ ഡൈഫയോഡോണ്ടായി? ഡൈ 2 അല്ലേ, 2 ഡെന്റീഷൻ അല്ലേ? ഇൻ ഹ്യൂമൻ ബീങ്സ് ലൈഫ് ദർ ആർ 2 സെറ്റ്സ് ഓഫ് ടീത്ത് അപ്പിയേഴ്സ്. ഏതൊക്കെയാ? മിൽക്ക് ടീത്ത് വിച്ച് ഈസ് റീപ്ലേസ്ഡ് ബൈ പെർമനന്റ് ടീത്ത്. പാൽപ്പല്ലും സ്ഥിരതയുള്ള പല്ലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ ഡെന്റീഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഡൈഫയോഡോണ്ട് എന്ന് വിളിച്ചു. ഇനിയോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ? ആ പല്ലുകളൊക്കെ ഒരേപോലെയാണോ കാണാൻ? നിങ്ങളെ വായ് അറക്കകത്തുള്ള പല്ലുകളൊക്കെ ഒരേപോലെയാണോ കാണാൻ? അല്ലല്ലോ, വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലേ? ഏതൊക്കെയാണ് സെറ്റ്സ് ഓഫ് ടീത്ത് നിങ്ങൾ പഠിച്ചത്? ടൈപ്സ് ഓഫ് ടീത്ത്: ഇൻസിസർ, കനൈൻ, പറയൂ, എൻ്റെ കൂടെ പറയൂ. ഏതാ നിങ്ങൾ പഠിച്ചതാ ചെറിയ ക്ലാസ്സിലെ? പ്രീമോളാർ, മോളാർ പഠിച്ചതല്ലേ? കട്ടിങ്, ഇൻസിസർ ഫോർ കട്ടിങ്, ഫ്രണ്ടിലുള്ളത്, മേലെയും താഴെയും ഉണ്ട്. കനൈൻ കൂർത്ത പല്ല്, ഫോർ ടിയറിങ്, ടിയറിങ് അല്ലേ? ടിയറിങ്. അണപ്പല്ലല്ലേ മോളാറ്? ഗ്രൈൻഡിങ്. അണപ്പല്ലിന് മുമ്പുള്ള പല്ലെന്താ? മുമ്പ് പ്രീ. അപ്പൊ അണപ്പല്ലിന് മുമ്പുള്ള പല്ലിന് എന്താ വിളിക്കുക? പ്രീ മോളാർ. ഇത് രണ്ടും ഗ്രൈൻഡിങ്ങിനാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ടീത്ത് കടന്നു പോകുന്നുണ്ട്. ഒരേപോലെയുള്ള പല്ലുകളാണോ? അല്ലല്ലോ. ഇൻ ഹ്യൂമൻ ബീങ്സ് ലൈഫ് ദർ ആർ 4 ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് അപ്പിയേഴ്സ്, നെയിംലി ICPM. എന്താ ICPM? ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ടീത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്. ശരിയല്ല? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്തിൻ്റെ പ്രസൻസ് നമ്മൾ ഓറൽ ക്യാവിറ്റിയിലുണ്ട്. അപ്പോൾ ഡിഫറൻറ്റിന് നമ്മൾ ഹെറ്ററോ എന്നല്ലേ വിളിക്കുക? സെയിം ആണെങ്കിൽ ഹോമോ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഹെറ്ററോഡോണ്ടോ ഹോമോഡോണ്ടോ കിട്ടി. അപ്പോൾ ഹ്യൂമൻ ഡെന്റീഷൻ എന്താണ്? ഹെറ്ററോഡോണ്ടാണ്. എന്തുകൊണ്ട് ഹെറ്ററോഡോണ്ട് എന്ന് മനസ്സിലായില്ലേ അല്ലേ? ഹെറ്ററോ, ഡിഫറൻറ്റ്, ഡോണ്ട്, ഡെന്റിഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആണ് നമ്മളിൽ അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഹ്യൂമൻ ഡെന്റിഷൻ എന്ത് വിളിച്ചു? ഹെറ്ററോഡോണ്ട് എന്ന് വിളിച്ചു. ഇതിനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താ തീക്കോഡോണ്ട്? സോക്കറ്റ്. ഈച്ച് ടൂത്ത് എംപെഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോ ബോൺ. സോ ദ ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് കോൾഡ് തീക്കോഡോണ്ട്. എന്തുകൊണ്ട് ഡൈഫയോഡോണ്ട്? ഡൈ 2 sets of teeth appears in human beings life, that is milk teeth which is replaced by permanent teeth. എന്താണ് heterodont? different set of teeth appears in human beings life, so the human dentition is called heterodont. മനസ്സിലായോ? പക്കല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. അതും ടീത്തിനെ കുറിച്ച് തന്നെയാണ്. ഡെന്റൽ ഫോർമുല. എല്ലാവരും എവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല? ശ്രദ്ധിച്ചിരിക്കണേ. ഡെന്റൽ ഫോർമുല, അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട് പാൽപ്പല്ലുകളുണ്ട്, അതേപോലെ സ്ഥിരതയുള്ള പല്ലുകളൊക്കെ ഉണ്ടെന്ന്. ഓരോ പല്ലിൻ്റെ എണ്ണം നമുക്ക് പഠിക്കണ്ടേ? ഫോർമുല നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. നിങ്ങളെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, ഈവൻ എൻട്രൻസ് ആയിക്കോട്ടെ, അതിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെന്റൽ ഫോർമുല. ആദ്യം ഞാൻ ഡെന്റൽ ഫോർമുല പഠിപ്പിക്കാൻ പോവാം. മിൽക്ക് ടീത്ത്. ഈ മിൽക്ക് ടീത്ത് താൽക്കാലികമായിട്ടുള്ള പല്ലല്ലേ, അതുകൊണ്ട് ടെമ്പററി ടീത്ത് എന്ന് വിളിക്കാറുണ്ട്. ആദ്യം വരുന്ന പല്ലായതുകൊണ്ട് പ്രൈമറി ടീത്ത് എന്ന് വിളിക്കും. കൊഴിഞ്ഞു പോകുന്ന പല്ലായതുകൊണ്ട് നമ്മൾ ഇതിനെ ഡെസിഡുവസ് ടീത്ത് എന്നൊക്കെ വിളിക്കാറുണ്ട്. എത്രയാണ് മിൽക്ക് ടീത്തിൻ്റെ എണ്ണം അറിയോ? 20. ഒരു 5 വയസ്സായ കുട്ടിക്ക് പാൽപ്പല്ല് എത്ര എണ്ണം ഉണ്ടാവും? 20. പാൽപ്പല്ലിൻ്റെ എണ്ണം 20 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡെന്റൽ ഫോർമുല പഠിച്ചാൽ പോരെ? ഞാൻ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കൂലേ? നോക്കിക്കേ, നമ്മൾ ഓറൽ ക്യാവിറ്റി നമുക്കിങ്ങനെ 4 ക്വാഡ്രൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 1 2 3 4.
മനസ്സിലായോ? അപ്പം ഞാൻ മിൽക്ക് ടീത്തിൻ്റെ ഡെൻ്റൽ ഫോർമുല നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. മിൽക്ക് ടീത്തിൻ്റെ ഡെൻ്റൽ ഫോർമുല ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും? 2102/2102. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം മിൽക്ക് ടീത്തിൻ്റെ ഡെൻ്റൽ ഫോർമുല എന്താണ്? 2102/2102. എങ്ങനെയാണ് നമ്മുടെ പല്ലിൻ്റെ ഓർഡർ കിടക്കുന്ന ഓറൽ ക്യാവിറ്റിയിൽ എന്നറിയോ? ഇൻസിസർ, കനൈൻ, പ്രീമോലാർ, മോളാർ. ഇങ്ങനെ 4 വെച്ച് തന്ന 4 ക്വാഡ്രന്റിലും സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ്. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. മനസ്സിലായോ? അപ്പം ICPM അതേ ഓർഡറിലാണ് ഞാൻ നമ്പറും എഴുതിയിരിക്കുന്നത്. ഇത് ഇൻസിസർ, ഇത് കനൈൻ, ഇത് പ്രീമോളാർ, ഇത് മോളാർ. ഇത് ഒറ്റ ക്വാഡ്രന്റിലാണ്. ഇങ്ങനത്തെ എത്ര ക്വാഡ്രന്റ് ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചേ? ഇങ്ങനത്തെ 4 ക്വാഡ്രന്റില്ലേ. ഞാനിവിടെ 2 ക്വാഡ്രന്റിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോർമുല എഴുതുക. പക്ഷെ അങ്ങനത്തെ 4 ക്വാഡ്രന്റ് ഉണ്ട്. പക്ഷെ ഞാൻ 2 എഴുതിയിട്ടുള്ളൂ. ഫോർമുല ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതിയെന്ന്. നോക്കിക്കേ, ഒരു ക്വാഡ്രന്റിൽ എത്ര പല്ല? ഒരു ക്വാഡ്രന്റിൽ എത്ര പല്ലാണ് മക്കളെ? ഇങ്ങനെയാണ് ശരിക്കും. 1 2 3 4. ഇവിടെ 2102, ഇവിടെ 2102, ഇവിടെ 2102, ഇവിടെ 2102 അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ 2 സ്ഥലത്തുള്ളതേ എഴുതിയിട്ടുള്ളൂ. ഒരു ക്വാഡ്രന്റിൽ നിങ്ങൾ നോക്കിക്ക് എത്ര പല്ല? 2 + 1 + 2 5 അല്ലേ? 5 × 4 20. അപ്പോൾ ഒരു ക്വാഡ്രന്റിൽ 5 പല്ലാണ്. അങ്ങനത്തെ 5 5 5 5. അപ്പോൾ പാൽപ്പല്ലാണ്. നമ്മളതല്ലേ, എൻ്റെതൊന്നും അല്ലേ, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ളതും അല്ലേ, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ളതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒരു കുഞ്ഞുവാവയ്ക്ക് അല്ല, ഒരു 5 വയസ്സായ കുട്ടിക്ക് 8 ഇൻസിസർ ഉണ്ട് ടോട്ടല്, 4 കനൈൻ ഉണ്ട്. അവർക്ക് എന്തില്ല? പ്രീമോളാർ ഇല്ല. അല്ലെങ്കിൽ എണ്ണം കൂടൂലേ? മിൽക്ക് ടീത്ത്, പെർമനന്റ് ടീത്ത് പിന്നെ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. പ്രീമോളാർസ് ആർ ആബ്സെന്റ് ഇൻ മിൽക്ക് ടീത്ത്. ഇവിടെ വ്യക്തമാണ്, 0 ആണ് പ്രീമോളാർ. മോളാർ 8 എണ്ണം ഉണ്ടാവും, 8 എണ്ണം. മനസ്സിലായോ? അപ്പൊ മിൽക്ക് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല ചോദിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ആൻസർ ചെയ്തേണ്ടത്? 2102/2102. ഇത് ബൈഹാർട്ട് എങ്കിൽ ബൈഹാർട്ട് അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പല്ലിൻ്റെ ഓർഡർ ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഡെന്റൽ ഫോർമുല വരും 2102/2102. ഇങ്ങനത്തെ 4 ക്വാഡ്രന്റ് ഉണ്ട്. പക്ഷെ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ 2 ക്വാഡ്രന്റ് ഇത് മാത്രമേ ഇവിടെ എഴുതത്തുള്ളൂ. 2102/2102. ഇതാണ് ആരുടെ ഡെന്റൽ ഫോർമുല? മിൽക്ക് ടീത്തിൻ്റെ ഡെന്റൽ ഫോർമുല. ഇനി നമുക്ക് ഏതിൻ്റെ ഡെന്റൽ ഫോർമുല നോക്കാം? പെർമനന്റ് ടീത്തിൻ്റെ ഡെന്റൽ ഫോർമുല നോക്കാം കേട്ടോ. പെർമനന്റ് ടീത്ത് ഇതിനെ നമ്മൾ അഡൽട്ട് ടീത്ത് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും ക്വാഡ്രന്റിൽ വ്യത്യാസമില്ലല്ലോ. വരുന്ന പല്ലുകൾ പുതിയതായിരിക്കും, കൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ലുകളായിരിക്കും വരിക. പെർമനന്റ് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും 2123/2123. എന്താ മക്കളെ എഴുതുക? 2123/2123. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. ഒരു ക്വാഡ്രന്റിൽ എത്ര പല്ലുണ്ട്? ഇതവിടെ നിൽക്കട്ടെ. 4 ക്വാഡ്രന്റ് നമ്മൾ ഷോർട്ട് ഫോം ആക്കി 2 ക്വാഡ്രന്റ് എഴുതിയിട്ടുള്ളൂ. ഫോർമുല എഴുതുമ്പോൾ എങ്ങനെ എഴുതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വാഡ്രന്റിൽ എത്ര പല്ല? പെർമനന്റ് ടീത്താണ്. എനിക്കൊക്കെ ഉള്ളതാണ്. പെർമനന്റ് ടീത്താണ്. 2 + 1 + 2 + 3 8 അല്ലേ? 8 × 4 32 അല്ലേ? അപ്പോൾ പെർമനന്റ് ടീത്തിന്റെ എണ്ണം എത്ര? 32 അല്ലേ? തൻ്റെ 32 പല്ല് ഞാൻ കൊഴിച്ചിടുന്നൊക്കെ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ പ്രായക്കാർക്ക് 32 വന്നിട്ടുണ്ടാവില്ല, 28 ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഒരു അണപ്പല്ല് ഓരോ സ്ഥലത്ത് ഓരോന്ന് വരാനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് 28. 28 + 1 1 1 1 28 + 4 32 വരും കേട്ടോ. ഒരു 25 ഒക്കെ കഴിഞ്ഞാൽ ചില ആൾക്കാരിലേ അത് വരുള്ളൂ, ചില ആൾക്കാർക്ക് അത് കാണാറൊന്നുമില്ല കേട്ടല്ലോ. 32 സ്ഥിരതയുള്ള പല്ലുണ്ട്, പെർമനന്റ് ടീത്ത് ഉണ്ട്. എന്താണ് അപ്പം പെർമനന്റ് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല? 2123/2123. 2123/2123. മിൽക്ക് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല എന്തായിരുന്നു? മിൽക്ക് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല മറന്നുപോയോ? മിൽക്ക് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല 2102/2102. ഇവർക്ക് പ്രീമോളാർ ഇല്ല, പിന്നെ തേർഡ് മോളാറും ഇല്ല. പ്രീമോളാറും ഇല്ല, തേർഡ് മോളാറും ഇല്ല. ആർക്ക്? മിൽക്ക് ടീത്തിന്. ഇവർക്ക് പ്രീമോളാറും ഉണ്ട്, തേർഡ് മോളാറും ഉണ്ട്. അതാണ് വ്യത്യാസം. അതായത് മിൽക്ക് ടീത്തിനെ അപേക്ഷിച്ചിട്ട് 12 പല്ല് അധികമാണ് പെർമനന്റ് ടീത്തിൽ. 20 + 12 32 വരും. മനസ്സിലായോ? ഇപ്പോൾ ഡെന്റൽ ഫോർമുല ഫോർ മിൽക്ക് ടീത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 2102/2102 അല്ലേ? ICPM. ഓരോന്നിൻ്റെ നമ്പറൊന്നും ചോദിക്കില്ല, പക്ഷെ ചോദിച്ചാൽ × 4 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇനി ഡെന്റൽ ഫോർമുല ഫോർ പെർമനന്റ് ടീത്ത് ആണെങ്കിൽ 2123/2123. ഏത് പല്ലുകളാണ് മിൽക്ക് ടീത്തിന് ഇല്ലാത്തത്? അവർക്ക് പ്രീമോളാർ ഇല്ല, അതേപോലെ മൂന്നാമത്തെ അണപ്പല്ലും ഇല്ല. മനസ്സിലായോ?
ഇത്രയുമാണ് നമുക്ക് പല്ലുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 പോയിന്റ്. ഈ 5 പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാ? തീക്കോഡോണ്ട്, ഹെറ്ററോഡോണ്ട്, ഡൈഫയോഡോണ്ട്, ഡെന്റൽ ഫോർമുല ഫോർ മിൽക്ക് ടീത്ത്, ഡെന്റൽ ഫോർമുല ഫോർ പെർമനൻറ്റ് ടീത്ത്. ഇത്രയുമാണ് നമ്മളോട് അലിമെൻ്ററി കനാൽ സെഷനിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അലിമെൻ്ററി കനാലിൻ്റെ ലെയേഴ്സിലേക്ക് പോകാം മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിൻ്റെ പേരെന്താണെന്നറിയോ? ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ. അലിമെൻ്ററി കനാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൗത്ത് ടു എയ്നസ് വരെയുള്ള റീജിയനാണ്. പക്ഷേ ഞാൻ ഈസോഫാഗസ് മുതൽ റെക്റ്റം വരെ എടുക്കുകയാണ്. അതായത് അലിമെൻ്ററി കനാൽ മൗത്ത് ടു എയ്നസ് ആണ്, പക്ഷേ ഈസോഫാഗസ് ആ ഫുഡ് പോകുന്ന പൈപ്പാണല്ലോ. അത് മുതൽ ലാസ്റ്റ് ഫീക്കൽ മാറ്റർ സ്റ്റോർ ചെയ്യുന്ന റീജിയൻ അല്ലേ റെക്റ്റം. ആ റീജിയണ് ഞാൻ ഇങ്ങനെ സെക്ഷൻ ആക്കാൻ പോവാം. എങ്ങനെ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ ട്രാൻസ്വേഴ്സ് ആണോ? ട്രാൻസ്വേഴ്സ് സെക്ഷൻ ആക്കാൻ പോകും. ഇപ്പോൾ ഈസോഫാഗസിൻ്റെ ട്യൂബ് ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ അതിനെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞു. ട്രാൻസ്വേഴ്സ് ഇങ്ങനെ പ്ലെയിൻ അല്ലേ, ഇങ്ങനെ പോകുന്ന ഒരു കോയലിനെ ഞാൻ ട്രാൻസ്വേഴ്സ് അല്ലേ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞു അല്ലേ. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു സെഷനാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അലിമെൻ്ററി കനാലിൻ്റെ ലെയേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അലിമെൻ്ററി കനാലിൻ്റെ ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അലിമെൻ്ററി കനാലിൻ്റെ ലെയേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് സെഷൻ എടുക്കേണ്ടി വരും? അലിമെൻ്ററി കനാലിൻ്റെ ഏത് സെഷൻ എടുക്കേണ്ടി വരും? ട്രാൻസ്വേഴ്സ് സെഷൻ എടുക്കേണ്ടി വരും. ഇതിങ്ങനെ ഉള്ളോട്ടേക്ക് ഒരു കൊയലാണ്, മനസ്സിലായോ? ഇത് നമ്മുടെ ഈസോഫാഗസ് ആണ്. ഇങ്ങനെയുള്ള സാധനത്തിനെ ഞാൻ 2D പ്ലെയിനിൽ കാണിച്ചതാണ്. ഇത് അകത്തേക്കാണ്, ഇതിലൂടെയാണ് ഫുഡ് ഇറങ്ങിപ്പോകുന്നത്, ഈ സെൻട്രൽ റീജിയനിലൂടെ. അപ്പോൾ ആ ഈസോഫാഗസിനെയും സ്റ്റൊമക്ക് ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. ആ ഈസോഫാഗസ് സ്റ്റൊമക്ക് റീജിയനൊക്കെ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീജിയനെ ഞാൻ ട്രാൻസ്വേഴ്സ് സെഷൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് 4 ലെയേഴ്സ് കാണിക്കും. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 4 ലെയേഴ്സിൻ്റെ പേര് പഠിപ്പിക്കട്ടെ. അപ്പോൾ അലിമെൻ്ററി കനാലിന് എത്ര ലെയേഴ്സ് ആണെന്ന് മനസ്സിലായി? 4 ലെയേഴ്സ് ആണ് അല്ലേ. ഞാൻ ആ 4 ലെയേഴ്സിൻ്റെ പേര് ഔട്ടർ ടു ഇന്നർ നിങ്ങളെ പഠിപ്പിക്കട്ടെ. പുറമേ നിന്നും ഉള്ളിലേക്ക് അലിമെൻ്ററി കനാലിൻ്റെ ലെയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസർ പറയാമെന്ന് അറിയാം? ഔട്ടർ മോസ്റ്റ് ലെയറിന് വിളിക്കുന്ന പേരാണ് സിറോസ. എന്തോസ? സിറോസ. സമൂസയല്ലേ സിറോസ. സിറോസ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ലെയറാണ് മസ്കുലാരിസ്. എന്താ കാണുക? മസ്കുലാരിസ്. മസിൽ ഫൈബേഴ്സ് ഉള്ള ലെയേഴ്സാ. അത് കഴിഞ്ഞാൽ അടുത്ത ലെയറാണ് സബ്മ്യൂക്കോസ. സബ്മ്യൂക്കോസ. സബ്മ്യൂക്കോസ കഴിഞ്ഞാൽ അടുത്ത ലെയർ എന്തായിരിക്കും? മ്യൂക്കോസ. മ്യൂക്കോസ. അപ്പോൾ ഒരു അലിമെൻ്ററി കനാലിന് 4 ലെയേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് പോയിക്കൂടെ? ഔട്ടർ മോസ്റ്റ് സർക്കിൾ കണ്ട ഔട്ടർ മോസ്റ്റ് ലെയറിന് വിളിക്കുന്ന പേരെന്താ? എന്താണോ ഔട്ടർ മോസ്റ്റ് ലെയറിന് വിളിക്കുക? ഔട്ടർ മോസ്റ്റ് ലെയറിന് വിളിക്കുന്ന പേരാണ് സിറോസ. സിറോസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയർ ഇതാണല്ലോ, സെക്കൻഡ് സർക്കിൾ നോക്കിക്കേ, അതിന് നമ്മൾ മസ്കുലാരിസ് എന്ന് വിളിക്കും. മസ്കുലാരിസ്. മൂന്നാമത്തെ സർക്കിൾ ഇതല്ലേ മൂന്നാമത്തത്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? നോക്കിക്കേ, ഇതല്ലേ മൂന്നാമത്തെ സർക്കിൾ അല്ലേ, ഇതാണ് മൂന്നാമത്തത് വരുന്നത്, അതിനെ നമ്മൾ സബ്മ്യൂക്കോസ എന്ന് വിളിച്ചു. ഇന്നർ മോസ്റ്റ് ഇതല്ലേ ഒരു മോഡിഫൈഡ് ലെയർ, അതെന്തുകൊണ്ട് കാരണമൊക്കെയാ പറഞ്ഞുതരാം. അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുക ചെയ്യുക ഇന്നർ മോസ്റ്റ് ലെയർ, അതിനെ നമ്മൾ മ്യൂക്കോസ എന്ന് വിളിച്ചു. ഇനി അതിനകത്തൂടെ അല്ലേ ഫുഡ് പോകുന്നത്, ഫുഡ് പോകുന്ന ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് നമ്മൾ വിളിച്ച പേരെന്താണ്? ല്യൂമൻ. കൂമൻ അല്ലേ, ലൂമൻ. അപ്പോൾ ഒരു അലിമെൻ്ററി കനാലിൽ ഞാനിങ്ങനെ ട്രാൻസ്വേഴ്സ് സെഷൻ ആക്കി കഴിഞ്ഞാൽ ഈസോഫാഗസ് ഒക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റപ്പെട്ടിട്ട് ആ ഫുഡ് പോകുന്ന ട്രാക്റ്റില്ലേ ആ ഹോൾസിനെ ചുറ്റപ്പെട്ടിട്ട് നമുക്കിങ്ങനെ 4 ഫ്ലാപ്പ് 4 ലെയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് 4 ലെയേഴ്സ്? അത് ഈ പേര് ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. അറേഞ്ച് ദ ലെയേഴ്സ് ഓഫ്, ക്വസ്റ്റ്യൻ ചോദിക്കൽ എങ്ങനെയാണെന്നറിയാം? അറേഞ്ച് ദ ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഫ്രം ഔട്ടർ ടു ഇന്നർ. ഔട്ടർ ടു ഇന്നർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെ ആൻസർ എഴുതണം? സിറോസ, ആരോ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാറുണ്ട്? അറേഞ്ച് ദ ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഫ്രം ഇന്നർ ടു ഔട്ടറും ചോദിക്കാറുണ്ട്. ഇന്നർ ടു ഔട്ടർ ചോദിക്കാറുണ്ട്. ഇന്നർ ടു ഔട്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇന്നർ ടു ഔട്ടർ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ പറയേണ്ടി വരും? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, സിറോസ ഇങ്ങനെ പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പം ഇതാണ് അലിമെൻ്ററി കനാലിൻ്റെ 4 ലെയേഴ്സ്. ഓരോ ലെയേഴ്സിലും എന്തൊക്കെയാണ് കാണാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ അല്ലേ. ആ ലെയേഴ്സിൽ ഓരോ ടിഷ്യൂ സ്റ്റഡീസാണ്, ഇത് ഹിസ്റ്റോളജിയാണ്. ശരിക്കും ഇത് അലിമെൻ്ററി കനാലിൻ്റെ ഹിസ്റ്റോളജിയാണ്. ഞാൻ ഈ ലെയറിൽ നിന്നും അല്ലേ അവിടെയുള്ള ടിഷ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് കാണുക, അതുപോലെ മസ്കുലാരിസ് ലെയറിൽ ഏത് ടൈപ്പ് ഓഫ് മസിലാണ് കാണുക, ഇവിടെ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഏതാണ്, മ്യൂക്കോസയിൽ എന്തൊക്കെയാണ് കാണുക ഇന്നർ മോസ്റ്റ് ലെയറിൽ. അപ്പോൾ ഓരോ സ്ഥലത്തുള്ളത് ഞാൻ പഠിപ്പിക്കട്ടെ.
ഞാൻ ചിലപ്പോൾ ഞാൻ ഈസോഫാഗസിൻ്റെ ഇത് പറയും, ചിലപ്പോൾ ഞാൻ സ്റ്റൊമക്കിലുള്ള സ്റ്റഡീസ് പറയും, ചിലപ്പോൾ ഞാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റഡീസ് പറയും. ഞാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെഷനാക്കി. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസ് ലെയറിൽ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസ് ലെയറിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഈസോഫാഗസിൻ്റെ സിറോസ് ലെയർ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ഹിസ്റ്റോളജിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നോക്കിക്കേ ഇവിടെ. അപ്പം ഈ ഡയഗ്രം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഈ 4 ലെയേഴ്സിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ. ഇനി ഞാൻ ഇതിലുള്ള ഓരോ ആൾക്കാരെ കുറിച്ചിട്ട് പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ അലിമെൻ്ററി കനാലിൻ്റെ ആദ്യത്തെ ലെയർ പഠിച്ചത് ഔട്ടർ മോസ്റ്റ് ലെയറായ സിറോസയാണ്. ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ പേരെന്താ? സിറോസ. ആ സിറോസ ലെയറിൽ എന്താ കാണാമെന്നറിയോ? ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് സിറോസ ലെയറിൽ കാണാമെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി thin mesothelial tissues and some connective tissue. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് ഇത് പഠിച്ചേ പറ്റുള്ളൂ. സിറോസ ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഏതാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി തിൻ മീസോത്തീലിയൽ ടിഷ്യൂ ആൻഡ് സം കണക്റ്റീവ് ടിഷ്യൂ. എന്താ തിൻ മീസോത്തീലിയൽ ടിഷ്യൂ? ഇത് വിസറൽ ഓർഗൻ്റെ ടിഷ്യൂസ് ആണ്. വിസറൽ ഓർഗനിലും ഈ ടിഷ്യൂസ് കാണാറുണ്ട്. എന്താ വിസറൽ ഓർഗൻ? വിസറ സോഫ്റ്റ് ടിഷ്യൂ ഓർഗൻ. നമ്മളെ ലങ്ങും ഹാർട്ടൊക്കെ സോഫ്റ്റ് ടിഷ്യൂ ഓർഗൻ അല്ലേ? അതിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് മീസോത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ ആ വിസറൽ ഓർഗനിൽ കാണപ്പെടുന്ന മീസോത്തീലിയൽ ടിഷ്യൂസ് എവിടെയുമുണ്ട്? നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറായ സിറോസൽ ലെയറിലും ലൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സിറോസൽ ലെയറിൽ നമുക്ക് ഏത് കാണാൻ പറ്റും? മീസോത്തീലിയൽ ടിഷ്യൂസിനെ കാണാൻ പറ്റും. അതുപോലെ ബ്ലഡ് വെസൽസിലുള്ള കണക്റ്റീവ് ടിഷ്യൂസിനും കാണാൻ പറ്റും. ഈ 2 ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് സിറോസൽ ലെയറിലുള്ളത്. അങ്ങനെ സിറോസൽ ലെയർ എന്തായി? ഔട്ട് കംപ്ലീറ്റ്ലി ആയി. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ലെയറിൻ്റെ പേരെന്താ നമ്മൾ പഠിപ്പിച്ചേ? സിറോസ കഴിഞ്ഞതിൻ്റെ അകത്ത് പാർട്ട് ഏതാ? നമ്മൾ ആ വാള ഏതൊക്കെയാണോ പഠിച്ചത്? സിറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ, എസ് എം അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ലെയറിൻ്റെ പേര് നമുക്ക് കിട്ടി മസ്കുലാരിസ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞു ഈ ലെയേഴ്സിലൊക്കെ ടിഷ്യൂസിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന്. പക്ഷെ മസ്കുലാരിസിൽ ടിഷ്യൂ ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് ഉണ്ടാവുക? മസിലല്ലേ? മസ്കുലാരിസ് മസിൽ. അപ്പം മസ്കുലാരിസ് ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് മസിലിന് വിളിക്കുന്ന പേരാണ് സ്മൂത്ത് മസിൽ. ഏത് മസിലാ മക്കളെ? മസ്കുലാരിസ് ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് മസിൽ ഏതാണ്? സ്മൂത്ത് മസിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്മൂത്ത് മസിലിന് അറേഞ്ച്മെന്റ് ഉണ്ട്. അത് ഞാൻ ഡയഗ്രം വെച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ഇന്നർ സർക്കുലാർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡണൽ. അപ്പം മസ്കുലാരിസ് ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് മസിൽ ഏതാണ്? സ്മൂത്ത് മസിലാണ്. ആ സ്മൂത്ത് മസിലിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? അതിൻ്റെ ഇന്നർ ലെയറിൽ സർക്കുലാറും ഔട്ടർ ലെയറിൽ ലോഞ്ചിറ്റ്യൂഡണലുമാണ്. ഇത് സർക്കുലാറാണ്, ഇത് ലോഞ്ചിറ്റ്യൂഡണലാണ്. ഇത് ചില കുട്ടികൾക്ക് മാറിപ്പോവാറുണ്ട്. ഇന്നർ ലോഞ്ചിറ്റ്യൂഡണലായി പോവും. അത് മാറിപ്പോയതൊക്കെ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ IC അടിച്ചു പോയി എന്നൊക്കെ പറയാറില്ലേ? 5G അല്ലേ? IC അടിച്ചു പോയി എന്നൊക്കെ പറയാറില്ലേ? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഒരു സാധനത്തിന് IC അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ IC എന്നുള്ള ഷോർട്ട് ഫോം ആലോചിക്കുക. ഇന്നറിൽ ഏതാണ്? C ആണ്. IC ഇന്നറിൽ സർക്കുലാർ ആണ്. അപ്പോൾ ഔട്ടറിൽ ഏതാ? ലോഞ്ചിറ്റ്യൂഡണൽ. അതുപോലെ ഇന്നർ ലോഞ്ചിറ്റ്യൂഡണൽ ഔട്ടർ സർക്കുലാറിനായി പോകരുത്. അത് മാറിപ്പോകാതിരിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. IC ഇന്നർ സർക്കുലാർ, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡണൽ. ഇനി നോക്കിക്കേ മക്കളെ, നിങ്ങൾ ഈ ഡയഗ്രം നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാണ്. നോക്കിക്കേ, മസ്കുലാരിസ് ലെയർ ഈ രണ്ടാമത്തതല്ലേ? ഈ രണ്ടാമത്തെ ഈ കാണുന്ന ലെയർ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് പക്ഷേ സർക്കിളായിട്ട് ഔട്ടറിലാണ് കാണുന്നത്. പക്ഷേ സാറ് ഇന്നർ സർക്കുലാർ എന്നല്ലേ പഠിപ്പിച്ചേ? പക്ഷെ മസ്കുലാരിസിൻ്റെ ഔട്ടറിലാണല്ലോ, മസ്കുലാരിസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലാണല്ലോ ഇത് കാണുന്നത്. മസ്കുലാരിസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലാണല്ലോ സർക്കിൾ കാണുന്നത്. അപ്പോൾ സാറ് പഠിപ്പിച്ച തെറ്റല്ലേ? അല്ല, ഞാനിത് ട്രാൻസ്ഫർ സെഷനാണ് എടുത്തേ. ഇത് ലോഞ്ചിറ്റ്യൂഡിനാണോ? ഇങ്ങനെ പോകുന്ന സാധനത്തിന് ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ പോകുന്ന ട്യൂബ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെഷനാണ്. താഴോട്ടേക്ക് ഒരു ട്യൂബാണെന്ന് വിചാരിക്കും. ഒരു ഇങ്ങനെ ലോങ് ആയിട്ട് പോകുന്ന സാധനത്തിനെ കട്ട് ചെയ്താൽ റൗണ്ട് അല്ലേ പുറത്ത് കാണിക്കുക അല്ലേ? ഇങ്ങനെ ലോങ് ആയിട്ട് പോകുന്ന ഒരു സാധനത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൗണ്ട് അല്ലേ കാണിക്കുക. അപ്പോൾ അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സ് ആണ് ഔട്ടറിലുള്ളത്. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. അത് ഇത് സർക്കിളാന്ന് വെച്ചിട്ട് അങ്ങനെ പഠിക്കരുത്, തെറ്റിപ്പോവും. നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ, ഇങ്ങനെ ലോങ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സ് ഔട്ടറിലുള്ളത്. ഞാൻ ഇതിനെ കട്ട് ചെയ്ത സെഷനല്ലേ കാണിച്ച, അപ്പോൾ റൗണ്ടിലല്ലേ കാണാം. ഇന്നറിൽ സർക്കുലാർ ആണ്. ഇതാണ് സർക്കുലാർ. സർക്കുലാർ ഫൈബേഴ്സിനെ നോക്കിക്കേ, സർക്കുലാറുള്ള സാധനത്തിനെ കട്ട് ചെയ്താൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും കാണാം.
മനസ്സിലായത് ചില കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, സാറ് ഇന്നർ സർക്കുലാർ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനല്ലേ പഠിപ്പിച്ചേ, പക്ഷെ ഡയഗ്രത്തിൽ ഔട്ടർ സർക്കുലാറും ഇന്നർ ലോഞ്ചിറ്റ്യൂഡൽ പോലെയാണല്ലോ കാണുന്നത്. പക്ഷെ അത് സെക്ഷനിങ്ങിൻ്റെ പ്രശ്നമാണ് അല്ലേ. നോക്കിക്കേ, സെക്ഷൻ ആക്കി കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിലുള്ള സാധനം സെക്ഷൻ ആക്കി കഴിഞ്ഞാൽ റൗണ്ട് 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 ആയിട്ടാണ് കാണുക. അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്, നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനലാണ്, ഇന്നർ സർക്കുലർ ആണ്. അതിൻ്റെ സെക്ഷനിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ IC ആണ്, തെറ്റിക്കരുത്. IC ആണ് മക്കൾ, തെറ്റിക്കരുത് കേട്ടോ. ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ. മനസ്സിലായോ? ഇനിയോ ചില അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടിൽ, അതായത് സ്റ്റൊമക്കൊക്കെ ഞാൻ എടുക്കാം, ഞാൻ സ്റ്റൊമക്കിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ സിറോസ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റൊമക്കിൻ്റെ രണ്ടാമത്തെ ലെയർ മസ്കുലാരിസ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സ്റ്റൊമക്കിൻ്റെ മസ്കുലാരിസ് ലെയറിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒബ്ലിക് മസിൽസിനും കാണപ്പെടും. അഡീഷണൽ ആയിട്ട് ഒബ്ലിക് മസിൽസ്, ഇങ്ങനെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മസിൽ ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ മസ്കുലാരിസ് ലെയറിലൊക്കെ മെയിനായിട്ട് ഈ മസിൽസ് ഉണ്ട്. സ്മൂത്ത് മസിലിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിന് പുറമെ ഒബ്ലിക് മസിൽസിൻ്റെ പ്രസൻസും കാണാറുണ്ട്. അപ്പോൾ ചില അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടിൽ, ചില അലിമെൻ്ററി കനാലിൻ്റെ മസ്കുലാരിസ് ലെയറിൽ ഒബ്ലിക് മസിൽസിൻ്റെ പ്രസൻസും കാണാറുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 2 ലെയേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ശരിയല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തെ ലെയറിലേക്ക് പോവാണ്. ഏതാണ് അലിമെൻ്ററി കനാലിൻ്റെ മൂന്നാമത്തെ ലെയർ? സബ് മ്യൂക്കോസ. ഇവിടെ എന്തായാലും മസിൽ ഫൈബേഴ്സ് അല്ലല്ലോ കാണുക, ടിഷ്യൂ തന്നെയല്ലേ. സബ് മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഏത് ടിഷ്യൂ മക്കളെ? സബ് മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. സബ് മ്യൂക്കോസയിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഏതാ? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. സബ് മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഏതാ? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് കണ്ടെയ്ൻസ് blood vessels, lymphatic vessels and nerves. അതായത് അലിമെൻ്ററി കനാലിൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിലാണ് നമുക്ക് ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് വെസൽസും അതുപോലെ നെർവിൻ്റെ ഒക്കെ സപ്ലൈ ഉള്ളത്. മനസ്സിലായോ? ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇതൊക്കെ അലിമെൻ്ററി കനാലല്ലേ. അതിൻ്റെ ഏത് ലെയറിലാണ് ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് വെസൽസും നെർവ്സ് ഒക്കെ കാണപ്പെടുക? സബ് മ്യൂക്കോസൽ ലെയറിലാണ്. അവിടെ കാണപ്പെടുന്ന, ഇതിലൊക്കെ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ അലിമെൻ്ററി കനാലിൻ്റെ മൂന്നാമത്തെ ലെയറിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ്, ലിംഫാറ്റിക് വെസൽസ്, നെർവ്സ് എക്സെട്ര. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉള്ള ചാൻസ് ഉണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യനാ. അലിമെൻ്ററി കനാലിന്, ഞാൻ സപ്പോസ് അലിമെൻ്ററി കനാലിൻ്റെ പാർട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും. ഡിയോഡിനം, C ഷേപ്ഡ് ഡിയോഡിനം അല്ലേ. ആമാശയം കഴിഞ്ഞാൽ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ, ഇത് സ്റ്റൊമക്ക് ആണെങ്കിൽ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ C ഷേപ്ഡ് ഡിയോഡിനം. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, C ഷേപ്പ് ഡിയോഡിനം. ഞാൻ ആ ഡിയോഡിനത്തിനെ സെക്ഷനാക്കി. ഡിയോഡിനത്തിന് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്താൽ ഔട്ടർ മോസ്റ്റ് സിറോസ, അതിനകത്ത് മസ്കുലാരിസ്, അതിനകത്ത് സബ്മ്യൂക്കോസ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഉണ്ടാവും? ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഡിയോഡിനത്തിൻ്റെ 3 ലെയറിലും കാണപ്പെടും. പക്ഷേ ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിലെ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിൽ ഒരു ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്. എവിടെയാ മക്കളെ? ഡിയോഡിനത്തിന് ഈ ലെയറുണ്ട്, ഈ ലെയറൊക്കെ ഉണ്ട്. പക്ഷെ ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിൽ ഇതിന് പുറമെ ഒരു ഗ്ലാൻഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ആ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. അപ്പോൾ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എവിടെയാ കാണാ? ഡിയോഡിനത്തിൻ്റെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായ C ഷേപ്ഡ് ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ആകുമ്പോൾ അവർക്ക് സെക്രീഷൻ ഉണ്ടാവൂലേ? അവരെ സെക്രീഷനാണ് മ്യൂക്കസ് വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. കേട്ടോ, മ്യൂക്കസ് സെക്രീഷനാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് വരിക. അവിടെയുള്ള ഫുഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റിനൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡിയോഡിനത്തിൻ്റെ ഏത് ലെയറിലാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് കാണുക? ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, പ്ലസ് ഒരു ഗ്ലാൻഡും ഉണ്ട്. ആ ഗ്ലാൻഡിനെ നമുക്ക് സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സിറോസ പറഞ്ഞു, മസ്കുലാരിസ് പറഞ്ഞു, സബ്മ്യൂക്കോസ പറഞ്ഞു. പക്ഷെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെയറാണ്. അതേതാണ്? മ്യൂക്കോസൽ ലെയറാണ് കേട്ടോ. അടുത്ത ഏതാണ്?
ഒരു അലിമെൻ്ററി കനാലിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ഏത്? മ്യൂക്കോസ. അലിമെൻ്ററി കനാലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ഏത്? മ്യൂക്കോസ. അപ്പോൾ ഞാൻ പഠിപ്പിക്കട്ടെ. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ, നേരത്തെ ഡയഗ്രം ഓർമ്മയുണ്ടോ മക്കൾക്ക്? ഇന്നർ മോസ്റ്റ് ലെയർ ആണ് മ്യൂക്കോസ. സിറോസയും മസ്കുലാരിസും സബ് മ്യൂക്കോസൊക്കെ അങ്ങനെ സർക്കിളാണ് വരച്ചേ. പക്ഷെ ഇതൊരു മോഡിഫൈഡ് ലെയർ അല്ലേ, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് കിടക്കല്ലേ മ്യൂക്കോസ ലെയർ. എന്തിനാണ് മ്യൂക്കോസ ലെയർ ഇങ്ങനെ മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാം? അതൊരു ക്വസ്റ്റ്യനാ. എന്തിനാണ് മ്യൂക്കോസ ലെയർ മോഡിഫൈഡ് ലെയർ? നോക്കിക്കേ, മ്യൂക്കോസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എം ആണ് അല്ലെ? ഇറ്റ് ഗിവ്സ് മോഡിഫിക്കേഷൻ. എന്തിനാണ് ഈ മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? ഇതൊരു മോഡിഫൈഡ് ലെയർ ആണ്. എന്തിനാണ് ഈ മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? ഫോർ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഇനോർമസ്ലി. സർഫസ് ഏരിയ കൂട്ടാനും വേണ്ടിയിട്ട്. കുറച്ച് സ്ഥലത്ത് ഒരുപാട് ആൾക്കാർക്ക് കൂടിച്ചേരെങ്കിൽ അവർ വളഞ്ഞു പൊളഞ്ഞിങ്ങനെ കിടക്കല്ലേ ചെയ്യുക. അതുകൊണ്ടാണ് മ്യൂക്കോസ ലെയർ മോഡിഫൈഡ് ലെയർ ആയിട്ട് മാറിയത്. സർഫസ് ഏരിയ കൂട്ടാനും വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, മ്യൂക്കോസ ലെയറാണ് മെയിനായിട്ട് അബ്സോർപ്ഷൻ ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വില്ലയൊക്കെ അപ്പോൾ പഠിപ്പിക്കും, നമ്മൾ പഠിച്ചതായിരിക്കും. അപ്പോൾ ആ വില്ലയൊക്കെ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ സ്ട്രക്ചറാണ് ഒരുപാട്. അപ്പോൾ ഒരുപാട് കൊള്ളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മ്യൂക്കോസ ലെയർ ഇങ്ങനെ ഇറഗുലർ ഫോമിലാണ് ഉണ്ടാവുക, വളഞ്ഞു പൊളഞ്ഞ് കുറച്ച് സ്ഥലത്ത് ഒരുപാട് കൊള്ളിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ മ്യൂക്കോസ ലെയർ എം മോഡിഫൈഡ് ലെയർ ആണ്. എന്തിനാ മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? ഫോർ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഇനോർമസ്ലി. സർഫസ് ഏരിയ ഇനോർമസ്ലി. ഞാൻ 2 കേസ് എടുക്കുകയാണ്. ഒന്നാമത്തെ കേസ് ഞാൻ നമ്മുടെ സ്റ്റൊമക്കിന് എടുക്കാം. ഞാൻ സ്റ്റൊമക്കിനെ സെഷനാക്കി. ഇന്നർ മോസ്റ്റ് ലെയർ ഏതാ? മ്യൂക്കോസ അല്ലേ? സ്റ്റൊമക്കിൻ്റെ എല്ലാ അലിമെൻ്ററി കനാലിൻ്റെ ലെയേഴ്സും അല്ലേ 4 ജനറലൈസ് ചെയ്ത് പഠിപ്പിക്കല്ലേ? സ്റ്റൊമക്കിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയർ മ്യൂക്കോസ അല്ലേ? സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസ ലെയർ എങ്ങനെയാ കാണാന്നറിയോ? നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസ ലെയർ ഇതുപോലെ ഇറഗുലർ ഫോൾഡ്. ഇത് റെഗുലർ ഫോൾഡോ ഇറഗുലർ ഫോൾഡോ? ഇറഗുലർ ഫോൾഡ് അല്ലേ? ഇങ്ങനെ ഇറഗുലർ ഫോൾഡ് ആയിട്ടാണ് കാണുക കേട്ടോ. ഇതേപോലെയാണ് സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ ലെയർ കാണുകയെന്ന്. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ ലെയർ ഇങ്ങനെ ഇറഗുലർ ഫോൾഡ് മടക്കായിട്ടാണ് കാണുക. അപ്പോൾ അതിന് നമ്മളൊരു പേരിട്ട് വിളിക്കും. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കടോ. അപ്പോൾ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ ലെയർ എന്തായിട്ടാണ് കാണുക? ഒരു ഇറഗുലർ ഫോൾഡ് ആയിട്ടാണ് കാണുക. അതിന് നമ്മൾ പേരിട്ട് വിളിച്ചു റൂഗേ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇറഗുലർ ഫോൾഡിനെ വിളിക്കുന്ന പേരെന്താ? എന്തേ റൂഗേ. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ ലെയർ ഒരു ഇറഗുലർ ഫോൾഡ് ആയിട്ട് ഇങ്ങനെ മടങ്ങിയാണ് കാണുക. അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? റൂഗേ എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അല്ലേ, ഞാൻ ഒരു എക്സെപ്ഷൻ, ഞാൻ രണ്ടാമത്തെ അലിമെൻ്ററി കനാലിന്റെ പാർട്ട് എടുക്കുന്നു. സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസ ലെയർ എങ്ങനെയാ കാണാന്നറിയോ? ചെറുകുടലില്ലേ ഇൻഡസ്റ്റൈൻ. ആ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസ ലെയർ ഇങ്ങനെ ഇറഗുലർ ഫോൾഡ് അല്ല, അതൊരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടാണ് കാണുക. ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആയിട്ടാണ് കാണുക. അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? വില്ലൈ. വില്ലൈ. മനസ്സിലായോ? സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസ ലെയർ ഇറഗുലർ ഫോൾഡ് ആയിട്ടാണ് ഇങ്ങനെയാണ് കാണുക. അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? വില്ലൈ എന്ന് പേരിട്ട് വിളിച്ചു. അതായത് സ്മോൾ ഇൻഡസ്റ്റൈനെ സെഷൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂക്കോസ ലെയർ ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അവിടെ അതിനകത്തുണ്ടാവുക. അതിന് നമ്മൾ വില്ലൈ എന്ന് പേരിട്ട് വിളിച്ചു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസ ലെയർ ഏത് ഫോമിലാണ് കാണുക? അതിന് എന്ത് പേരിട്ട് വിളിച്ചു? സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസ ലെയർ എന്ത് ഫോമിലാണ് കാണുക? അതിനെന്ത് പേരിട്ട് വിളിച്ചു? വില്ലൈ. അപ്പം നമുക്കിതിലെ ആരെ സ്ട്രക്ചർ പഠിക്കണം? ഒരു വില്ലൈൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കണം. നമ്മൾ NCERT ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു വില്ലൈൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക അല്ലേ? എന്തൊക്കെയാണ് മക്കൾ ഒരു വില്ലയിൽ ഉണ്ടാവുക? വില്ലൈ ഇറ്റ് ഈസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ്, അതിൽ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ചുവപ്പ് കളറുള്ള സാധനം കണ്ടോ? അത് ആർട്ടറിയാണ്. നീല കളറുള്ള സാധനം കണ്ടോ? അത് വെയിനാണ്. അപ്പോൾ ബ്ലഡ് കാപ്പിലറീസിൻ്റെ പ്രസൻസ് ഉണ്ട് വില്ലയിൽ. പിന്നെയോ ഈ വില്ലയിൽ ഇവിടെ ഒരു യെല്ലോ സാധനം പോകുന്നുണ്ട്. നിങ്ങളെങ്ങനെ, ഇത് ലിംഫാറ്റിക് വെസൽസ് ആട്ടോ. ഒരു ലാർജ് ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്. നിങ്ങൾ ഒരു യെല്ലോ കളറിൽ, റെഡും ബ്ലൂ അല്ല, അത് ബ്ലഡ് കാപ്പിലറീസ് ആണ്. അതുപോലെ ഈ മഞ്ഞ കളർ കണ്ടോ, യെല്ലോയിഷ് കളറ്, അത് ലാർജ് ലിംഫാറ്റിക് വെസൽസ് അല്ലേ? അതിന് നമ്മളൊരു പേര് വിളിക്കും. ഇവിടെ ശ്രദ്ധിച്ചോ, വില്ലൈൻ്റെ സ്ട്രക്ചറിൽ കാണുന്ന ഇത് ക്വസ്റ്റ്യൻ ആണ്. ലാർജ് ലിംഫാറ്റിക് വെസൽസിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും. അതിനെ നമ്മൾ ലാക്റ്റിയൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? വില്ലയിൽ കാണപ്പെടുന്ന ഈ ലാർജ് നോക്കിക്കേ, അതിനെ ലാക്റ്റിയൽ എന്നാണ് വിളിക്കുക.
വില്ലയിൽ കാണപ്പെടുന്ന ആ ലാർജ് ലിംഫാറ്റിക് വെസൽസിനെ വിളിക്കുന്ന ആ യെല്ലോയിഷ് കളർ കണ്ടോ, ആ ലാർജ് ലിംഫാറ്റിക് വെസൽ എൽ ആ ലാർജ് ലിംഫാറ്റിക് വെസൽസിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ. ഇവർ മെയിനായിട്ട് അബ്സോർപ്ഷൻ അല്ലേ സഹായിക്കുക, വില്ലൈ അബ്സോർപ്ഷൻ ആണ്. അതായത് പൊടിഞ്ഞ ഭക്ഷണ പദാർത്ഥത്തിനെ നമ്മൾ ബ്ലഡിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഈ വില്ലൈൻ്റെ ഒക്കെ പാർട്ടിക്കിൾ സ്ട്രക്ചറാണ്. മെയിനായിട്ട് ഡയറ്ററി ഫാറ്റ്സിൻ്റെ ഒക്കെ അബ്സോർപ്ഷന് നമ്മളെ ലാക്റ്റിയൽ സഹായിക്കും. ഫാറ്റിൻ്റെ ഒക്കെ അബ്സോർപ്ഷനാണ് മെയിനായിട്ട് നമ്മൾ ഈ ലാക്റ്റിയൽ സഹായിക്കുക. അപ്പോൾ ലാർജ് ലിംഫാറ്റിക് വെസൽസിനെ വിളിക്കുന്ന പേരെന്താ? ലാക്റ്റിയൽ എന്നാണ് വിളിക്കുക കേട്ടോ. മനസ്സിലായോ? ഇനിയോ ഒരു വില്ലൈനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാണെന്നറിയോ? ഒരു വില്ലൈനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാണ് അറിയോ? നിങ്ങൾ നോക്കിക്കേ, ഒരു വില്ലൈനെ ലൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കോളം ആയിട്ടല്ലേ, ഇങ്ങനെ കോളം ആയിട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ കൊളുംനാർ എപ്പിത്തീലിയം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ കൊളുംനാർ എപ്പിത്തീലിയത്തിന് ഇങ്ങനെ ബ്രഷസും കാണപ്പെടും, ഇങ്ങനെ ബ്രഷസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ മൈക്രോസ്ട്രക്ചറായ മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻ ബ്രഷസ് കാണാറുണ്ട്. ആ ഭക്ഷണ സിമ്പിൾ യൂണിറ്റിനെ വലിച്ചെടുക്കാനും വേണ്ടിയിട്ട് ആ പ്രൊജക്ഷനെ നമ്മൾ മൈക്രോ വില്ലൈ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തോ വില്ലൈ ചെറിയ ബ്രഷസ് ആണല്ലേ. അപ്പോൾ വില്ലൈ ലൈൻഡ് ബൈ ബ്രഷ് ബോർഡേഡ് കൊളുംനാർ എപ്പിത്തീലിയം. ബ്രഷ് ബോർഡേഡ് കൊളുംനാർ എപ്പിത്തീലിയം. ബ്രഷസ് ഉണ്ട് ഇങ്ങനെ ബോർഡറിൽ. ആ ബ്രഷസിനെ നമുക്ക്, ആ ചെറിയ സ്ട്രക്ചറിനെ നമുക്ക് മൈക്രോ വില്ലൈ എന്നൊക്കെ വിളിക്കാൻ പറ്റും. മൈക്രോ വില്ലൈ അവരാണ് അബ്സോർപ്ഷന് മെയിനായിട്ട് സഹായിക്കുക കേട്ടോ. അപ്പോൾ ഒരു വില്ലൈൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയുണ്ട്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഉണ്ട്, ലാർജ് ലിംഫാറ്റിക് വെസൽസ് കോൾഡ് ലാക്റ്റിയൽ, അതുപോലെ ഇറ്റ് ഈസ് ലൈൻഡ് ബൈ ബ്രഷ് ബോർഡേഡ് കൊളുംനാർ എപ്പിത്തീലിയം, മൈക്രോ വില്ലൈ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, വില്ലൈൻ്റെ നോക്കിക്കേ, ഇൻ ബിറ്റ്വീന് ഇങ്ങനെ ഒരു വില്ലൈൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെയൊക്കെ കുഴികളുണ്ട് അല്ലേ. നോക്കിക്കേ, ഇവിടെയൊക്കെ അങ്ങനെ കുഴിഞ്ഞിട്ടാണ്. കുഴിക്ക് നമ്മൾ ക്രിപ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്കിതിനെ ക്രിപ്റ്റ് എന്ന് വിളിച്ചൂടെ? അപ്പോൾ വില്ലൈൻ്റെ ഇടയിലൊക്കെ ബേസസിൽ, വില്ലൈൻ്റെ ബേസ് അടിഭാഗത്താണ്, ബേസ് ഒക്കെ കുഴിഞ്ഞു കിടക്കുകയാണ്. ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് ദ വില്ലൈ. നോക്കിക്കേ, വില്ലൈൻ്റെ ബേസസിൽ നമുക്കിങ്ങനെ ക്രിപ്സ് കാണാൻ പറ്റും, കുഴികൾ കാണാൻ പറ്റും. ആ കുഴിക്കകത്ത് ഒരു ഗ്ലാൻഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ ക്രിപ്സിനുള്ളിൽ നമുക്കൊരു ഗ്ലാൻഡിനെ കാണാറുണ്ട്. ആ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാം? ക്രിപ്സ് ഓഫ് ലൈബർക്കൺ എന്നാ പറയാ. ആ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരെന്താ? ക്രിപ്സ് ഓഫ് ലൈബർക്കൺ. അപ്പോൾ ആ വില്ലൈൻ്റെ ബേസ് ക്രിപ്സ് ആയിട്ടാണ് കാണുക, ഇങ്ങനെ കുഴികളായിട്ടാണ് കാണുക. ആ കുഴിയിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് ആണ് ക്രിപ്സ് ഓഫ് ലൈബർക്കൺ. മെയിനായിട്ട് സക്കസ് എൻഡറിക്കസിൻ്റെ ഒക്കെ സെക്രീഷന് ഒരു ചെറിയൊരു ആക്ഷൻ ഉണ്ട് കേട്ടോ. ആ ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞിരിക്കേണ്ട, എന്തായാലും മനസ്സിലാക്കുക, ആ ക്രിപ്സിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് ആണ് ക്രിപ്സ് ഓഫ് ലൈബർക്കൺ. മനസ്സിലായോ? അതേപോലെ ഈ മ്യൂക്കോസൽ ലെയറിന് വേറെയും ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. നോക്കിക്കേ, ഈ മ്യൂക്കോസൽ ലെയറിൽ നമുക്ക് വേറെയും ഒരുപാട് വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഞാൻ വീണ്ടും ആരെടുക്കാണ്? സ്റ്റൊമക്ക് എടുക്കാണ്. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസൽ ലെയറിൽ നമുക്കൊരു ഗ്ലാൻഡ് കാണുന്നുണ്ട്. സ്റ്റൊമക്കിനെ ഞാൻ സെഷൻ ആക്കി കഴിഞ്ഞാൽ ഇന്നർമോസ്റ്റ് ലെയർ മ്യൂക്കോസൽ അല്ലേ, അവിടെയും നമുക്ക് ഒരു ഗ്ലാൻഡ് കാണുന്നുണ്ട്, മ്യൂക്കോസൽ ഗ്ലാൻഡ്. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസൽ ലെയറിൽ ഒരു ഗ്ലാൻഡ് കാണുന്നുണ്ട്. അതിന് നമുക്ക് സ്റ്റൊമക്കിന്റെ ഗ്ലാൻഡിന് എന്ത് വിളിക്കാം? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് വിളിക്കാം. അപ്പം ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ, നിങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ സ്റ്റൊമക്കിൽ സെക്രീറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്നാണ് വിളിക്കുക. HCl ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്. അപ്പോൾ സ്റ്റൊമക്കിന്റെ ആ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഏത് ലെയറിലാണ് കാണാമെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? മ്യൂക്കോസൽ ലെയറിലാണ്. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. മനസ്സിലായോ? അതേപോലെ ഇൻറ്റസ്റ്റൈൻ റീജിയൻ, അടുത്തൊരു പോയിന്റ് ആണ്. ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലെയറിൽ ഒരു സെല്ല് കാണാറുണ്ട്. അതിനെ നമ്മൾ ഗോബ്ലറ്റ് സെല്ല് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഗോബ്ലറ്റ് സെൽ. ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലെയറിൽ നമുക്കൊരു വേറൊരു സെല്ലും കാണപ്പെടാറുണ്ട്. ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഗോബ്ലറ്റ് സെൽ. ഗ്ലോബറ്റ് അല്ല, ഗോബ്ലറ്റ് സെൽ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു മാർക്ക് ക്വസ്റ്റ്യനാ. ആ ഗോബ്ലറ്റ് സെല്ലിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുത്തരം പറയാൻ പറ്റും? ഗോബ്ലറ്റ് സെല്ലിന്റെ ഫംഗ്ഷൻ ആണ് ഏത് സെക്രീഷൻ? അതിനുണ്ട് ത്രൂ ഔട്ട് ബോഡി മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട്. മ്യൂക്കസ് വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. കാരണം ഡൗൺവേർഡ് ഇങ്ങനെ മൂവ്മെന്റ് പോകണമല്ലോ, അവർ ലൂബ്രിക്കേഷൻ കൊടുക്കണമല്ലോ അല്ലേ. അപ്പം മ്യൂക്കസ് സെക്രീഷൻ ഇതിന്റെ ഫംഗ്ഷൻ ലൂബ്രിക്കേഷൻ ആണ്. അപ്പോൾ ഗോബ്ലറ്റ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താ? അവർ ആരെ സെക്രീറ്റ് ചെയ്യും? മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യും, വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. ആ പാർട്ടിക്കിൾസിനൊക്കെ താഴോട്ടേക്ക് ഇങ്ങനെ ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് അല്ലേ ഭയങ്കര ഈസി ആക്കിയിട്ട് മാറ്റും നമ്മുടെ മ്യൂക്കസ് അല്ലേ. സ്റ്റൊമക്കിൽ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ത്രൂ ഔട്ട് ബോഡി മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട് അധിക സ്ഥലത്തും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. അതേപോലെ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലെയറിൽ ഒരു സെല്ല് കാണുന്നുണ്ട്. ആ സെല്ലിൻ്റെ പേരാണ് ഗോബ്ലഡ് സെൽ. അവരുടെ സെക്രീഷനാണ് മ്യൂക്കസ് സെക്രീഷൻ വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. ഇത്രയുമാണ് നമുക്ക് ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാലിൽ പറയാനുള്ളത്. ഇത്രയും പഠിപ്പിച്ചതിലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണേ. അറേഞ്ച് ദ ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഫ്രം ഔട്ടർ ടു ഇന്നർ, അല്ലെങ്കിൽ ഇന്നർ ടു ഔട്ടർ ആണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ. മസ്കുലാരിസ് ലെയറിൽ സ്മൂത്ത് മസിൽ കാണപ്പെടുന്നു ഞാൻ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന് അറേഞ്ച്മെൻറ്റ് ഏത് രീതിയിലാണ്? ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഏത് ലെയറിലാണ് കാണുക? ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഇൻറ്റസ്റ്റൈൻ്റെ ഏത് പാർട്ടിലാണ് കാണുക? ഡിയോഡിനം. ശരിയല്ലേ? മ്യൂക്കോസൽ ലെയറിന് മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനും വേണ്ടിയിട്ടാണ്? സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസൽ ലെയർ ഏത് ഫോമിലാണ് കാണുക? അതിനെന്ത് പേരിട്ട് വിളിച്ചു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലെയർ എന്ത് ഫോമിലാണ് കാണുക? അതിനെന്ത് പേരിട്ട് വിളിച്ചു? സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന ഗ്ലാൻഡിൻ്റെ പേരെന്താ? ഗോബ്ലഡ് സെൽ എവിടെയാണ് കാണുക? ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലെയറിൽ കാണപ്പെടുന്ന സെല്ലിൻ്റെ പേരെന്താ? ഗോബ്ലഡ് സെൽ. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? അതിൻ്റെ സെക്രീഷൻ മ്യൂക്കസ്, ഫംഗ്ഷൻ ലൂബ്രിക്കേഷന് സഹായിക്കും. ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് സഹായിക്കും. ഇത്രയുമാണ് നമുക്ക് അലിമെൻ്ററി കനാൽ, ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം, ഡൈജഷൻ ഓഫ് ഫുഡ്. മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കേണ്ടത് ഡൈജഷൻ ഓഫ് ഫുഡാണ്. ശരിക്കും നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുണ്ടായിരുന്നത് ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ എവിടെ നടക്കുന്നു, എത്ര ശതമാനം, സ്റ്റൊമക്കിൽ എന്തിൻ്റെ ഡൈജഷനാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് ഡൈജഷനാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഫോക്കസ് ഏരിയ കവർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഏതൊക്കെയാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസസിൻ്റെ പേരൊക്കെയാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞതിലെ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പല്ലുകൊണ്ട് ചവച്ചരയ്ക്കും. അത് മെക്കാനിക്കൽ പ്രോസസ്സാണ്. പിന്നെ പൊടിക്കുന്നത് മൊത്തം എൻസൈംസ് ആണ്. ശരിയല്ലേ? അല്ലേ? ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ്. അത് ബയോകെമിക്കൽ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഡൈജഷൻ ഓഫ് ഫുഡിൽ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോസസ് വിച്ച് ഈസ് ഫോളോഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ. ആദ്യ ഡൈജഷൻ നടക്കുക എവിടേക്കും? ഡൈജഷൻ ഇൻ ഓറൽ ക്യാവിറ്റി. സലൈവയിലുള്ള ഒരു എൻസൈം സഹായിക്കുന്നുണ്ട്, സലൈവറി അമൈലേസ്. ഞാൻ പറഞ്ഞു പോകുന്നത് അത് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? ആ ബോളസ് നമ്മൾ വിഴുങ്ങും. അങ്ങനെ അല്ലേ ഈസോഫാഗസ് വഴി പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റ് വഴി സ്റ്റൊമക്കിലെത്തും. അപ്പോൾ രണ്ടാമത്തെ ഡൈജഷൻ എവിടെ? ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക്. അവിടെ പ്രോട്ടീൻ ഡൈജഷനെ മെയിനായിട്ട് നടക്കുക. പെപ്സിൻ സഹായിക്കുന്നുണ്ട്. അതൊന്നും നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ. അത് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിയോഡിനത്തിലെത്തും. ആ ഡിയോഡിനത്തിലേക്ക് പാങ്ക്രിയാറ്റിക് ജ്യൂസും ലിവറിനൊക്കെ ബൈൽ ജ്യൂസൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് വഴി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ പേര് മാത്രമേ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഡൈജഷൻ മെയിനായിട്ട് നടക്കുന്നത് ഓറൽ ക്യാവിറ്റിയിലും സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും. അങ്ങനെ അവിടെ വെച്ച് ഡൈജഷൻ കഴിയും. അതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾ അബ്സോർപ്ഷനും അവിടെ തന്നെ ബ്ലഡിലേക്ക് തിരിച്ചെടുക്കും. പിന്നെ വൻകുടലിലേക്ക് വേസ്റ്റാണ്, ഫീക്കൽ മാറ്ററാണ് കയറുക. സെമി സോളിഡ് സ്റ്റേറ്റിൽ കുറച്ച് വെള്ളം പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് കയറുക. പിന്നെ അവസാനം ഈ വൻകുടലിൻ്റെ പരിപാടി വെള്ളത്തിനെ തിരിച്ചെടുക്കും അവർ. അങ്ങനെ കോളൻ വെള്ളത്തിന് തിരിച്ചെടുക്കുന്ന സമയത്ത് വാട്ടറിനൊക്കെ ജസ്റ്റ് തിരിച്ചെടുക്കും. അപ്പോൾ കട്ടിയായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ കളയുന്ന രണ്ട് ബാക്കിലൂടെ പോകുന്ന ഫീക്കൽ മാറ്ററെ അത് സോളിഡ് ഫോമിലായിട്ട് മാറാൻ കാരണം. റക്തത്തിൽ സ്റ്റോർ ചെയ്യുന്നിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഏനസിലൂടെ കടത്തിവിടും. കേട്ടോ, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമുക്ക് ഇത് ഒരു 4-5 ടോപ്പിക്ക് മാത്രമേ, ഇതിൻ്റെ ഫങ്ഷൻസ് മാത്രമേ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റിൻ്റെ ഫങ്ഷൻ എന്താന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിലൊരു ആസിഡ് സെക്രീറ്റ് ചെയ്യും. സ്റ്റൊമക്ക് ഒരു ആസിഡിനെ സെക്രീറ്റ് ചെയ്യും. എന്താണ് ആസിഡിൻ്റെ പേര്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. pH 1.8, ഹൈലി അസിഡിക്ക. ആ ഹൈലി അസിഡിക്കായിട്ടുള്ള സാധനം നമ്മുടെ ആമാശയം, ആ ചെറിയൊരു പൗച്ചായ സ്റ്റൊമക്ക്, ജെ ഷേപ്ഡ് മസ്കുലാർ ബാഗാണ് സ്റ്റൊമക്ക് അല്ലേ? ഇങ്ങനെ ഒരു ജെ ഷേപ്ഡ് മസ്കുലാർ ബാഗാണ് സ്റ്റൊമക്ക്. ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവുക, ലെഫ്റ്റിലേക്ക്. ആ സ്റ്റൊമക്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ആസിഡാണ് HCl. അവിടെയുള്ള ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. pH 1.8. അപ്പോൾ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു സാധനം സ്റ്റൊമക്കിൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്ക് വാൾ റപ്ചറായി പോവില്ലേ? എക്സ്കോറിയേഷൻ എന്നാ പറയുക. ആ HClൻ്റെ എക്സ്കോറിയേഷൻ ആരാ സംരക്ഷിക്കുക? മ്യൂക്കസ് നെക്സൽ അവിടെ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യും അലോങ് വിത്ത് ബൈകാർബണേറ്റ് അയോൺ. അപ്പം മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റ് അയോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായി? ആരല്ലേ? ഇറ്റ് പ്രൊട്ടക്ട് ദ സ്റ്റൊമക്ക് വാൾ. It protect the stomach wall from ആരിൽ നിന്നും സംരക്ഷിക്കും?
HCl ഫ്രം എക്സ്കോറിയേഷൻ ഓഫ് HCl. ആ എക്സ്കോറിയേഷൻ്റെ വിഗ്രസ് റിയാക്ഷനിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് സ്റ്റൊമക്കിലെ ആ HCl സെക്രീറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റൊമക്ക് വാൾ ഇങ്ങനെ റപ്ചർ ആവുന്നുണ്ടോ, പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? അവിടെ ആര് സംരക്ഷിക്കും? സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യാണ്, HClൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യലാണ് ആരെ ഫംഗ്ഷൻ? മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റ് അയോൺ. മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റ് അയോൺ, ഇവർ രണ്ടുപേരുമാണ് നമ്മളെ സ്റ്റൊമക്കിനെ സംരക്ഷിക്കുന്നത്, വാളിനെ സംരക്ഷിക്കുന്നത്. ആരിൽ നിന്നും? HClൽ നിന്നും. ഫംഗ്ഷൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പക്ക അല്ലേ? അടുത്ത് നോക്കിക്കേ, ഗോബ്ലഡ് സെൽ. നമ്മൾ ലെയേഴ്സ് എടുത്തപ്പോൾ പഠിപ്പിച്ചു, ഗോബ്ലഡ് സെല്ല് ഇൻറ്റസ്റ്റൈൻ റീജിയനിലാണ് കാണുക, മ്യൂക്കോസൽ ലെയറിലാണ് കാണുക എന്ന് പഠിച്ചു. നമുക്കിതിൻ്റെ ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണോ ഗോബ്ലഡ് സെല്ലിൻ്റെ സെക്രീഷൻ? ഗോബ്ലഡ് സെല്ലിൻ്റെ സെക്രീഷൻ മ്യൂക്കസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഗോബ്ലഡ് സെല്ലിൻ്റെ സെക്രീഷൻ മ്യൂക്കസ് ആണെന്ന് നമ്മൾ പഠിച്ചു. വിച്ച് ഹെൽപ്സ് ഇൻ എന്താ ഇവരെ ഫംഗ്ഷൻ? ലൂബ്രിക്കേഷൻ. മ്യൂക്കസ് എവിടെയുണ്ടോ അതിൻ്റെ ഫംഗ്ഷൻ ലൂബ്രിക്കേഷൻ ആയിരിക്കും. മ്യൂക്കസ് മെംബ്രെയിൻ ആണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷനും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ മ്യൂക്കസ് സെക്രീഷൻ്റെ ഫംഗ്ഷൻ ലൂബ്രിക്കേഷൻ, ഡൗൺവേർഡ് മൂവ്മെൻറ്റിനെ സഹായിക്കില്ല. ഇത് നമ്മൾ ലെയേഴ്സ് ഓഫ് എലിമെൻ്ററി കനാൽ എടുത്തപ്പോൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഓകൂ. അടുത്തത് നമ്മൾ ഡൈജഷൻ ഓഫ് ഫുഡിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ പേരാ. നമുക്കൊരു കാര്യം അറിയാം മക്കളെ, ഈസോഫാഗസ് അന്നനാളം, ആമാശയം, സ്റ്റൊമക്ക്, സി ഷേപ്ഡ് ഡിയോഡിനം, പിന്നെ ജജുനം, ഇലിയൊക്കെ വരുന്നുണ്ട്. ഈ സി ഷേപ്ഡ് ഡിയോഡിനത്തിൻ്റെ ഇടയിലാണ് പാങ്ക്രിയാസ്, ഇവിടെയാണ് ലിവർ. നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെയല്ലേ പോകുന്നത്? ഇവിടെ ഡൈജഷൻ നടക്കും, ഇങ്ങനെ വന്നിട്ട് ഇവിടെയും ഡൈജഷൻ നടക്കും. നമ്മൾ അതിഥി പോകുന്നത് ഇവിടെയാണ്. ഇവിടെ അടിച്ചു വെച്ച ജ്യൂസ് ബൈൽ ജ്യൂസ്, പാങ്ക്രിയാസ് അടിച്ചു വെക്കുന്ന ജ്യൂസ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. നിങ്ങൾ ഇവിടെ ജ്യൂസ് അടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അതിഥിക്ക് കൊടുക്കാനല്ലേ ജ്യൂസ്, അവരെ പൊടിക്കണമെങ്കിൽ ഇവരെവിടേക്ക് എത്തിക്കണ്ടേ? അപ്പോൾ ബൈൽ ജ്യൂസും പാങ്ക്രിയാറ്റിക് ജ്യൂസും ഒരു ഡെക്റ്റ് ഉണ്ട്, ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡെക്റ്റ് എന്നൊക്കെ വിളിക്കും. ആ ഡെക്റ്റ് വഴിയാണ് ഇവിടേക്ക് സ്റ്റോറിന് എത്തിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ദൂരയാത്ര ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ? പാങ്ക്രിയാറ്റിക് ജ്യൂസ് നോക്കിക്കേ, പാങ്ക്രിയാസ് എന്ന രാജ്യത്ത് നിന്നും ഡിയോഡിനം എന്ന രാജ്യത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ആളാ. അപ്പോൾ ആ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതായത് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഡിയോഡിനത്തിലേക്ക് എത്തുന്നത് ഉറങ്ങിയ ഫോമിലാണ്. ആക്റ്റീവ് സ്റ്റേറ്റോ ഇനാക്റ്റീവ് സ്റ്റേറ്റോ? അവരെത്തുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്. ഉറങ്ങിക്കിടക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസസ് ആ പറയാ. ഏതൊക്കെയാണ് ഉറങ്ങിക്കിടക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസ്? എൻ്റെ പേര് പഠിപ്പിക്കട്ടെ. ഉറങ്ങിക്കിടക്കുന്ന ഒന്നാമത്തെ പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ പേരാണ് ട്രിപ്സിനോജൻ. എന്താ? എൻ്റെ കൂടെ പറയൂ, ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ ഈ പേര്. ഉറങ്ങിക്കിടക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസ് നമ്മളെ ഡിയോഡനത്തിൽ എത്തിയിട്ടുണ്ട്, ട്രിപ്സിനോജൻ. രണ്ടാമത്തെ ഉറങ്ങിക്കിടക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ പേരാണ് ട്രിപ്സിനോജൻ. ജെന്ന് എന്നൊക്കെ ഇനാക്റ്റീവ് ഫോം ആയിരിക്കും. മൂന്നാമത്തെ പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ ഇനാക്റ്റീവ് ഫോമാണ് പ്രോഫോം. ഇനാക്റ്റീവ് ആണ്. പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇവർ മൂന്നുമാണ് മെയിനായിട്ട് ഇനാക്റ്റീവ് ഫോം. പിന്നെ അതറൊക്കെ ആക്റ്റീവ് ഫോമിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ പേര് അറിഞ്ഞു വെക്കുക, പാങ്ക്രിയാറ്റിക് അമൈലേസ്. എൻസൈമിന്റെ ലാസ്റ്റ് എയ്സ് ഉണ്ടാവും കേട്ടോ, പാങ്ക്രിയാറ്റിക് അമൈലേസ്. അടുത്ത പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ പേരാണ് പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഫാറ്റിനെ പൊടിക്കുന്ന എൻസൈമാ. അടുത്ത പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ പേരാണ് ന്യൂക്ലിയേസ്. അപ്പോൾ പാങ്ക്രിയാറ്റിക് ജ്യൂസസ് ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 പാങ്ക്രിയാറ്റിക് ജ്യൂസ് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇത് മൂന്നാളും ഇനാക്റ്റീവ് ഫോമിലാണ്. പാങ്ക്രിയാറ്റിക് അമൈലേസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, ന്യൂക്ലിയേസ്. ഇവരെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അവിടെ ഇൻറ്റസ്റ്റൈനിൽ ഒരു എപ്പിത്തീലിയം ഉണ്ട്, ഡിയോഡിനൽ വാളിൽ ഒരു എപ്പിത്തീലിയം ഉണ്ട്, ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയം. അവർ സെക്രീറ്റ് ചെയ്യും ഒരു ജ്യൂസിനെ, എൻറ്ററോകൈനേസ് എന്നൊക്കെ വിളിക്കും. ഞാൻ സ്പീഡ് പറയാൻ കാരണം നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ആ എൻറ്ററോകൈനേസ് ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കും. ഈ ട്രിപ്സിനോജനില്ലേ, ഇതിൽ എൻറ്ററോകൈനേസ് പറഞ്ഞ എൻസൈം വരും, അവർ ട്രിപ്സിനാക്കി മാറ്റും. അങ്ങനെ തലവനാണ് ട്രിപ്സിൻ. ഇവരൊക്കെ തലവനാണ് ട്രിപ്സിൻ. ഈ ട്രിപ്സിനാണ് ബാക്കിയുള്ളവരൊക്കെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ട്രിപ്സിൻ കൈമോട്രിപ്സിനോജൻ എന്താക്കി മാറ്റും? കൈമോട്രിപ്സിനാക്കി മാറ്റും. പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ ട്രിപ്സിൻ എന്താക്കി മാറ്റും? പ്രോഫോമിനി വേണ്ട, കാർബോക്സി പെപ്റ്റിഡേസ് ആക്കും. ബാക്കിയൊക്കെ അതേ ഫോമിൽ തന്നെ. അങ്ങനെയാണ് ആക്റ്റീവ് പാങ്ക്രിയാറ്റിക് ജ്യൂസസ് പിന്നെ ഭക്ഷണത്തിനെ പൊടിക്കാൻ തുടങ്ങുക. ഡിയോഡത്തിൽ ബാക്കിയുള്ള എത്തിയ ഭക്ഷണത്തിനെ പൊടിക്കാൻ തുടങ്ങുക. സ്റ്റൊമക്കിൽ നിന്ന് ഡിയോഡത്തിലേക്ക് എത്തിയാൽ ആദ്യം പൊടിക്കുന്നത് പാങ്ക്രിയാറ്റിക് ജ്യൂസാണ്. പക്ഷെ അവർ എത്തിയിരിക്കുന്നത് ഏത് ഫോമിലാണ്? ഉറങ്ങിക്കിടക്കുന്ന ഫോമാണ്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്, പാങ്ക്രിയാറ്റിക് അമൈലേസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, ന്യൂക്ലിയേസ്. ഇവരെ ഇങ്ങനെ
എൻഡോകൈനേസ് എൻസൈം ഇവരെ ഉണർത്തും. അങ്ങനെ ഇവർ ബാക്കിയുള്ളവരൊക്കെ ഉണർത്തും. അങ്ങനെ ഉണർന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഫുഡിനെ പൊടിക്കും. ഉണർന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ, ആക്റ്റീവ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം വരിക? ട്രിപ്സിൻ. ഇതെന്താവും? ആക്റ്റീവ് ഫോം ഏതാ അതിൻ്റെ? കൈമോട്രിപ്സിൻ. ഓജനിന് വേണ്ട, പ്രോഫോമും വേണ്ട, കാർബോക്സി പെപ്റ്റിഡേസ്. ഇത് ഇതേ ഫോമിൽ തന്നെ. അപ്പം ഇനാക്റ്റീവ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാ? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്, പാങ്ക്രിയാറ്റിക് അമൈലേസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, ന്യൂക്ലിയേസ്. ആക്റ്റീവ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ബാക്കി ഈ പേര് തന്നെ. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ഡൈജഷൻ ഓഫ് ഫുഡിൽ നമുക്ക് നോക്കേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചിട്ട് പഠിക്കാനാണ്? സക്കസ് എൻഡെരിക്കസ്. എന്താണ് സക്കസ് എൻഡെരിക്കസ്? സക്കസ് എൻഡെരിക്കസ് ഭയങ്കര പേര്, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്താണ് ആ സാധനം? സക്കസ്, സുക്കസ്, സക്കസ് എൻഡെരിക്കസ്. ഒന്നുമില്ലടോ. സക്കസ് എൻഡെരിക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാറ്റിക് ജ്യൂസ് പൊടിക്കുന്നുണ്ടല്ലോ നമ്മുടെ ചെറുകുടലിലെ, അതിനുശേഷം പൊടിക്കുന്നത് നമ്മളെ ഇൻറ്റസ്റ്റൈൻ്റെ സ്വന്തം ജ്യൂസായ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ്. ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ വേറെ പേരാണ് സക്കസ് എൻഡെരിക്കസ്. അപ്പോൾ സക്കസ് എൻഡെരിക്കസ് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ വേറെ പേരാണ് സക്കസ് എൻഡെരിക്കസ്. ഡിയോഡനത്തിലൊക്കെ വരെ സെക്രീഷൻ നടക്കും. ആരാണ് സക്കസ് എൻഡെരിക്കസിനെ സെക്രീറ്റ് ചെയ്യാന്നറിയോ? ആരൊക്കെയാണ്? അവിടെ ബ്രഷ് ബോർഡേഡ് സെൽസ് ഉണ്ടല്ലോ അല്ലെ, വില്ലൈൻ്റെ. ആ ബ്രഷ് ബോർഡേഡ് സെൽസ് അലോങ് വിത്ത് ഗോബ്ലറ്റ് സെൽ, ബ്രഷ് ബോർഡേഡ് സെൽസും അവിടെ വില്ലൈൻ്റെ സ്ട്രക്ചറിൽ ബ്രഷ് ബോർഡേഡ് സെൽസ് പഠിപ്പിച്ചു. ആ ബ്രഷ് ബോർഡേഡ് സെൽസും ഗോബ്ലറ്റ് സെൽസും ഒരുമിച്ചിട്ടാണ് സക്കസ് എൻഡെരിക്കസ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസിൻ്റെ പേരുകൾ നമുക്ക് പഠിക്കണ്ടേ? അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒന്നാമത്തെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ്. ശരിക്കും റിയാക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതിങ്ങനെ പറഞ്ഞു പോകാനുള്ളത് എളുപ്പത്തിൽ കിട്ടുമേനു. പക്ഷെ നമുക്കിതിങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ ഒന്നാമത്തെ പേരാണ് ഡൈസാക്കറൈഡേസസ്. എന്താ? ഡൈസാക്കറൈഡേസസ്. ഇതിന് എക്സാമ്പിളാണ് മാൾട്ടോസിനെ പൊടിക്കുന്ന ഡൈസാക്കറൈഡേസ്. ഏതാ? മാൾട്ടേസ്. മിൽക്ക് ഷുഗർ ലാക്ടോസിനെ പൊടിക്കുന്ന ഏസ് ഏതാണ്? ലാക്ടേസ്. കെയിൻ ഷുഗർ സുക്രോസിനെ പൊടിക്കുന്ന ഏസ് ഏതാണ്? സുക്രേസ്. അപ്പം മാൾട്ടേസും ലാക്ടേസും സുക്രേസും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡൈസാക്കറൈഡേസസ്. ഡൈസാക്കറൈഡിനെ പൊടിക്കുന്ന എൻസൈം ആയിരുന്നു ഡൈസാക്കറൈഡേസസ്. ആ ഡൈസാക്കറൈഡേസസിന് എക്സാമ്പിളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഒന്നാമത്തേത് ഏതാണ്? ഡൈസാക്കറൈഡേസസ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ് ഫാറ്റിനെ പൊടിക്കുന്നത്. ഇൻറ്റസ്റ്റൈനിൽ ഫാറ്റിനെ പൊടിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഏതാ? ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ്. അപ്പം മക്കളെ നമുക്ക് രണ്ടാമത്തെ എൻസൈമിൻ്റെ പേര് കിട്ടി, ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ്. ഫാറ്റിനെ പൊടിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻസൈമാണ് ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ്. ലിപ്പിഡ് ഫാറ്റിനെ പൊടിക്കുന്ന ഏസ് ലിപ്പേസ്. അടുത്ത ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ സക്കസ് എൻഡെരിക്കസിൻ്റെ എക്സാമ്പിൾ ആണ് പ്രോട്ടീനെ പൊടിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഏതാണെന്നറിയോ? ഇവർ ഫാറ്റിനല്ലേ പൊടിക്കുക, ഇവർ കാർബോഹൈഡ്രേറ്റിനല്ലേ പൊടിക്കുക. അപ്പോൾ അടുത്തത് ഇനി ഏതാ ഉള്ളത്? മേജർ കോമ്പണൻസിൽ നമുക്ക് ഏത് പറയാൻ പറ്റും? പ്രോട്ടീൻസ് ഉണ്ടല്ലേ. പ്രോട്ടീൻസിൻ്റെ ഫോമിനെ പൊടിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ പേരാണ് ഏതാണെന്നറിയാം? ഡൈപെപ്റ്റിഡേസ്. ഇവരാരെയാ ബ്രേക്ക് ഡൗൺ ചെയ്യുക? പ്രോട്ടീൻ്റെ ഫോമിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. സ്റ്റൊമക്ക് എന്ത് ഫോമിൽ പ്രോട്ടീൻ ആക്കി തന്നിട്ടുണ്ടോ, അതായത് പെപ്റ്റൈഡ് ഫോമാണ്. ആ പെപ്റ്റൈഡ് ഫോമിനെ പൊടിക്കുന്ന എൻസൈമാണ് ഡൈപെപ്റ്റൈഡ് ഫോമിനെ പൊടിക്കുന്ന എൻസൈമാണ് ഡൈപെപ്റ്റിഡേസ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഡൈപെപ്റ്റൈഡ് ഫോമിലാക്കുന്നുണ്ട്. അതിനെ പൊടിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ് ഡൈപെപ്റ്റിഡേസ്. നമുക്ക് ഈ പേര് മാത്രം അറിഞ്ഞാൽ മതിയേ. ഇനി നാലാമത്തത് ന്യൂക്ലിയോസൈഡേസ്. ഇതാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ ഫോമിനെ പൊടിക്കുന്ന എൻസൈം ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ വേറെ പേരെന്താ പറയടോ? സക്കസ് എൻഡെരിക്കസിൻ്റെ വേറെ പേരെന്താ? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ആരാണ് ഇവരെ സെക്രീറ്റ് ചെയ്യുക? ബ്രഷ് ബോർഡേഡ് സെൽസ് അലോങ് വിത്ത് ഗോബ്ലറ്റ് സെൽ. ഏതൊക്കെയാണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡൈസാക്കറൈഡേസസ്, ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ്, ഡൈപെപ്റ്റിഡേസ്, ന്യൂക്ലിയോസൈഡേസ്. ഏതൊക്കെയാണ് ഡൈസാക്കറൈഡേസസ്? അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിന് ഇതൊക്കെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസാണ് അല്ലേ. ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് എന്നും പറയുകയാണെങ്കിൽ അല്ലേ. മാൾട്ടേസ്, ലാക്ടേസ്, സുക്രേസ് ഒക്കെ ഏസ് ആണ്. ലിപ്പേസ്, ഡൈപെപ്റ്റിഡേസ്, ന്യൂക്ലിയോസൈഡേസ്, ഇതൊക്കെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതേ ഫോമിൽ പഠിച്ചേ പറ്റുള്ളൂ.
മനസ്സിലാവുന്നുണ്ട്? ഇൻഡസ്റ്റൈനൽ ജ്യൂസിൻ്റെ ഷോർട്ട് ഫോം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ. ഇൻഡാണ്, പക്ഷെ ഡബിൾ ഡി ഉണ്ട്. എന്താ ഐ? ഇൻഡസ്റ്റൈനൽ ലിപ്പേസ്, ന്യൂക്ലിയോസൈഡേസ്, ഡൈസാക്കറൈഡേസസ്, ഡൈപെപ്റ്റിഡേസ്. ഇൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയുമാണ് നമുക്ക് ഡൈജഷൻ ഓഫ് ഫുഡിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? അലിമെൻ്ററി കനാൽ, ഓറൽ കാവിറ്റിയെ കുറിച്ച് പറഞ്ഞു, ടീത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഡെൻ്റൽ ഫോർമുലാസ് പറഞ്ഞു, ലെയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഡൈജഷൻ ഓഫ് ഫുഡ് എടുത്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് അബ്സോർപ്ഷൻ ആയിരുന്നു. ഈ പൊടിച്ച പദാർത്ഥത്തിനെ പൊടിച്ച പദാർത്ഥത്തിനെ ബ്ലഡിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. അത് നമ്മുടെ അവിടെ പറഞ്ഞിട്ടില്ല. നമ്മളോട് ഇനി പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താ ഡിസോർഡേഴ്സ്? അസുഖങ്ങളാണല്ലേ. ഈ ഡിസീസസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? പകരുന്ന അസുഖം, പകരാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. നിങ്ങൾക്കറിയാം നമ്മളെ ഇൻറ്റസ്റ്റൈനിലൊക്കെ ഒരുപാട് വേംസ് ഒക്കെ ചില അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഹുക്ക് വേമോ പിൻ വേമോ എന്തുമാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡൈജഷൻ നേരെ നടക്കാറില്ല. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് പാത്തോജൻ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ റീജിയനിലൊക്കെ ഉണ്ടെങ്കിൽ, വേംസ് പോലത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ദഹനം നടക്കുമോ? കാരണം എന്താ? അവിടെ ഡിസ്ഫങ്ഷനിങ് ആവും. അവിടെ ഡൈജഷൻ നടക്കണമെങ്കിൽ എൻസൈംസിൻ്റെ സെക്രീഷൻ വേണം. ആ എൻസൈംസിൻ്റെ സെക്രീഷൻ കുറഞ്ഞാലോ ഇറ്റ് ലീഡ്സ് ടു ഇൻഡൈജഷൻ. ഡൈജഷൻ നേരെ നടക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സിംറ്റംസ് ആണ് മെയിനായിട്ട് പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത്, ഫസ്റ്റ് പഠിക്കാനുള്ള അസുഖമാണ് ജോണ്ടിസ്. എന്താ മക്കളെ ജോണ്ടിസ്? നമുക്കറിയാം മലയാളത്തിൽ അതിനെ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയാറുണ്ട്. ശരിയല്ലേ അല്ലേ? ഈ ജോണ്ടിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പിഗ്മെൻറ്റിൻ്റെ കളർ കൂടുന്നതാ മഞ്ഞപ്പിത്തം. അപ്പോൾ സ്കിന്നൊക്കെ മഞ്ഞ കളറിൽ കാണാറുണ്ട്. ചിലപ്പോൾ കണ്ണിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ താഴെ റീജിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ കാണാറുണ്ട്. അപ്പോൾ സ്കിൻ ആൻഡ് ഐസ് ടേൺ യെല്ലോയിഷ് കളർ ഡ്യൂ ടു ഡെപ്പോസിറ്റ് ഓഫ് ബൈൽ പിഗ്മെൻറ്റ് ബിലിറൂബിൻ. ലിവറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബൈൽ ജ്യൂസിനെ കേട്ടിട്ടുണ്ടോ? ലിവറിൻ്റെ സെക്രീഷൻ അല്ലേ ബൈൽ ജ്യൂസ്. ബൈജൂസ് അല്ല, ബൈൽ ജ്യൂസ്. ബൈൽ ജ്യൂസ് ദരിദ്രവാസിയാ, സ്വന്തമായിട്ട് എൻസൈം ഇല്ല. ബട്ട് ബൈൽ ജ്യൂസിന് സ്വന്തമായിട്ട് എൻസൈം ഇല്ല. പക്ഷെ ബൈൽ ജ്യൂസിൽ പിന്നെ എന്തൊക്കെയാണുള്ളത്? ബൈൽ പിഗ്മെൻ്റ് ഉണ്ട്, ബൈൽ സോൾട്ട് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോൾ എന്നൊക്കെ പറയാറുണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ആവശ്യമില്ല. പക്ഷേ അവിടെ ബൈൽ പിഗ്മെൻറ്റിൽ ബിലിറൂബിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ. അവർ മഞ്ഞ കളറാണ് ആ പിഗ്മെൻറ്റ്, ബിലിറൂബിൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷനിങ് വന്നു കഴിഞ്ഞാൽ ഈ ബിലിറൂബിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലേക്കൊക്കെ കൂടുക. അപ്പോൾ ബിലിറൂബിൻ കൂടിക്കഴിഞ്ഞാൽ മഞ്ഞ കളറല്ലേ കാണിക്കുക. കാരണം ബിലിറൂബിൻ്റെ കളർ എന്താ? മഞ്ഞയാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? എന്താ ജോണ്ടിസ്? സ്കിൻ ആൻഡ് ഐസ് ടേൺ എന്ത് കളർ? തൊലിയും കണ്ണൊക്കെ എന്ത് കളറായിട്ട് മാറാ? മഞ്ഞ കളറായിട്ട് മാറാ ഡ്യൂ ടു ഡെപ്പോസിറ്റ് ഓഫ് ബൈൽ പിഗ്മെന്റ് ബിലിറൂബിൻ. ബിലിറൂബിൻ്റെ കണ്ടന്റ് കൂടുക. അങ്ങനെ സ്കിന്നും ഐസൊക്കെ എന്ത് കളറായിട്ട് മാറാ? മഞ്ഞ കളറായിട്ട് മാറാ. ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ജോണ്ടിസ്. കാരണങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ലേ. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് ഓർഗനെയാണ് ജോണ്ടിസ് എഫക്റ്റ് ചെയ്യുക? അത് സിമ്പിളാണ്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഏതായിരിക്കും? ലിവർ. കാരണം ലിവറിൻ്റെ സെക്രീഷൻ ആണല്ലോ ബിലിറൂബിൻ. ലിവറിൽ സെക്രീറ്റ് ചെയ്യുന്ന പിഗ്മെൻ്റ് ആണല്ലോ ബിലിറൂബിൻ. മനസ്സിലായോ? അപ്പം ബിലിറൂബിൻ്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ജോണ്ടിസ്. സ്കിന്നും ഐസൊക്കെ യെല്ലോയിഷ് കളറായിട്ട് മാറും. അത് ഏത് ഓർഗനെയാണ് അപ്പോൾ എഫക്റ്റ് ചെയ്യുക? ലിവർ ഈസ് അഫക്റ്റഡ്. ലിവറിനെയാണ് അത് എഫക്റ്റ് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് പറയാനുള്ളത്. ടൈപ്സ് നമുക്ക് പഠിക്കണ്ടേ? ഒരുപാട് ടൈപ്പ് ഓഫ് ജോണ്ടിസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഹിമോളൈറ്റിക് ജോണ്ടിസ് ഒരുപാടുണ്ട്. അതൊന്നും നമുക്ക് നോക്കണ്ട. ഈ 2 പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ഡൈജഷനുമായി ബന്ധപ്പെട്ട അസുഖമാണ് വോമിറ്റിംഗ്. എന്താ വോമിറ്റിംഗ്? ഛർദിയടോ. ഛർദിൽ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. വോമിറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. എന്താ വോമിറ്റിംഗ്? നിങ്ങൾ ഛർദിച്ചിട്ടുണ്ടോ മക്കളെ? ഒന്നും വേണ്ട. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഛർദിച്ചിട്ടില്ലേ? എന്താ അതിന് കാരണം? ചില ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാണ് അധികം ഛർദിയൊക്കെ പറയാറ് അല്ലേ. എല്ലാത്ത കേസിലും ഛർദി ഉണ്ട്. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ഛർദിച്ചിട്ടുണ്ടല്ലോ. എന്താ അത് സംഭവം? യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്നത് ഓർമ്മയുണ്ട്? എന്തുകൊണ്ടാണ് അത്? ഡ്യൂ ടു പ്രഷറൈസേഷൻ എന്നാണ് പറയുക. അത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ബോഡി ബാലൻസ്, ബോഡി മോഷനിങ് അല്ലേ. ചിലപ്പം ബസ്സിലാണെങ്കിലോ നല്ല കാറ്റടിക്കും. അപ്പോൾ എല്ലാ സെൻസറി ഓർഗൻസിലേക്കും എന്ത് ചെയ്യും? പ്രഷറൈസേഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പ്രഷറൈസേഷൻ ഒരുമിച്ച് വന്നാൽ. അപ്പോൾ എതിർക്കും വോമിറ്റിംഗ് രൂപത്തിൽ. അതിനെ നമ്മൾ മോഷൻ സിക്നസ് ഒക്കെ വിളിക്കാറുണ്ട്. മോഷൻ സിക്നസ് അല്ലെങ്കിൽ ട്രാവൽ സിക്നസ്. അതുകൊണ്ടാണ് വോമിറ്റിംഗ് വരുന്നത്. ഇത് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും വോമിറ്റിംഗ് പറയാറുണ്ട്. എന്താ അതിൻ്റെ റീസൺ? എന്താണ് ആക്ച്വലി വോമിറ്റിംഗ്? അത് നിങ്ങളൊന്ന് പറഞ്ഞതാ. എന്താ വോമിറ്റിംഗ്?
ഇറ്റ് ഈസ് ദ ഇജക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് ത്രൂ ദ എയ്നസിലൂടെ മൗത്തിലൂടെയോ? മൗത്തിലൂടെ അല്ലേ ഛർദ്ദിക്കുക. എയ്നസിലൂടെ ഛർദ്ദിക്കുന്നത് ഡയേരിയ. അത് അടുത്ത ഡിസോർഡർ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ എന്താ വൊമിറ്റിംഗ്? ഇറ്റ് ഈസ് ദ ഇജക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് ത്രൂ ദ മൗത്ത്. സ്റ്റൊമക്ക് കണ്ടന്റ്, അതായത് നേരെ ഡൈജഷൻ ഒക്കെ നടക്കാഞ്ഞിട്ട് എന്തോ ഇൻഫെക്ഷൻ്റെ ഭാഗമായിരിക്കും. സ്റ്റൊമക്ക് കണ്ടന്റ് തിരിച്ച് റിഫ്ലക്സ് അടിക്കുക അല്ലേ, ബാക്കോട്ടേക്ക് റിഫ്ലക്സ് ചെയ്യുക. ആ റിഫ്ലക്സ് ആക്ഷനെ വിളിക്കുന്ന പേരാണ് വൊമിറ്റിംഗ്. ഇജക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് ത്രൂ ദ മൗത്ത്. എങ്ങനെയാ വൊമിറ്റിംഗ്? ഇറ്റ് ഈസ് ദ ഇജക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് ത്രൂ ദ മൗത്ത്. ഒരു റിഫ്ലക്സ് ആണ് കേട്ടോ, വൊമിറ്റിംഗ് റിഫ്ലക്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വൊമിറ്റിംഗ്. Ejection of the stomach content through the mouth. And this important MCQ, important നിങ്ങളെ ബോർഡ് എക്സാമിനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ എൻട്രൻസിന് കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ത് അവിടെ ഒരു MCQ ആണ്, ഇമ്പോർട്ടൻറ്റ് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ വൊമിറ്റിങ്ങിൻ്റെ ആ സെൻറ്റർ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് 1 മാർക്കിന്. എന്താണ് വൊമിറ്റ് സെൻറ്റർ? ഏതാണ് വൊമിറ്റ് സെൻറ്റർ? വൊമിറ്റ് സെൻറ്റർ ഏതാണെന്ന് എക്സാമിന്, നിങ്ങളെ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മെഡുല ഒബ്ലോങ്കേറ്റ. മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ, നല്ല കുട്ടികളല്ലേ, മാർക്ക് ചെയ്ത് വെച്ചോ. മെഡുല ഒബ്ലോങ്കേറ്റ. വൊമിറ്റ് സെൻറ്റർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ബ്രെയിൻ്റെ ഹൈൻഡ് ബ്രെയിനിൻ്റെ പാർട്ടായ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഇവരാണ് എല്ലാ റിഫ്ലക്സും കൺട്രോൾ ചെയ്യുക. കാർഡിയാക് റിഫ്ലക്സ് ആയിക്കോട്ടെ, റെസ്പിറേറ്ററി റിഫ്ലക്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ എന്താ വൊമിറ്റിംഗ്? ഇജക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് ത്രൂ ദി മൗത്ത്. ആൻഡ് ദിസ് റിഫ്ലക്സ് ആക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കു, സിമ്പിൾ അല്ലേ? കഴിഞ്ഞു. മൂന്നാമത്തത് നമ്മൾ ഇതിലൂടെ ഛർദ്ദിക്കുന്ന പഠിപ്പിച്ചു. ബാക്കിലൂടെ ഛർദ്ദി പോലെ പോകുന്ന അടപ്പ് തെറിച്ചു പോകുന്നത് ഏതാണോ? ഡയേരിയ. എന്തേരിയ? ഡയേരിയ. ലൂസ് മോഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ ടേമിൽ പറയാറുണ്ടല്ലേ. വയറിളക്കം, ഇങ്ങനെ വെള്ളം പോലെ പോവുക അല്ലേ, ടപ്പേന്ന് തെറിച്ചു പോകുന്ന അവസ്ഥയ്ക്കല്ലേ നമ്മൾ ഡയേരിയ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഡയേരിയ? ഫീക്കൽ മാറ്റർ വെള്ളം പോലെ പോകുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരല്ലേ ഡയേരിയ. ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അവിടെ എന്തെങ്കിലും ഒരു വേംസ് വന്നുകൊണ്ടായിരിക്കാം അല്ലേ. അതിന് കുറേ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഡിസീസാണ് നമുക്ക് നോക്കണ്ട. ഡയേരിയ. ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ദ ഫീക്കൽ ഡിസ്ചാർജ്. എന്താണ്? ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ദി ഫീക്കൽ ഡിസ്ചാർജ്. ഫീക്കൽ മാറ്റർ ലിക്വിഡ് ഫോമിൽ പോകുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഡയേരിയ. അപ്പോൾ ഡയേരിയൻ്റെ സമയത്ത് ഫീക്കസ് വെള്ളം പോലെ പോയി കഴിഞ്ഞാൽ വെള്ളം ബോഡിക്ക് നഷ്ടപ്പെടല്ലേ. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അബ്സോർപ്ഷൻ റേറ്റ് കുറയോ കൂടോ? വെള്ളത്തിന് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. വെള്ളം പോലെ നമ്മളെ ഫീക്കൽ മാറ്ററിലൂടെ വെള്ളം നഷ്ടപ്പെടുക. അപ്പോൾ ബോഡിക്ക് വെള്ളം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അബ്സോർപ്ഷൻ റേറ്റ് അവിടെ കുറവാണ്, തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഡയേരിയ അല്ലേ, ആ കേസിൽ അബ്സോർപ്ഷൻ റേറ്റ് എന്താണ്? വളരെ കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക, റെഡ്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫീക്കൽ മാറ്റർ വേസ്റ്റ് വെള്ളം പോലെ പോകുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഡയേരിയ. അവിടെ അബ്സോർപ്ഷൻ റേറ്റ് കുറഞ്ഞത് കൊണ്ടാണ്. കുറവായിരിക്കും, വെള്ളത്തിന് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, വെള്ളമൊക്കെ അതിൻ്റെ കൂടെ പോവല്ലേ ഹെല്ലേ ഓകു. അപ്പം 3 ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, ജോണ്ടിസ്, വോമിറ്റിംഗ്, ഡയേരിയ. ഡയേരിയ വെള്ളം പോലെ പോകുന്ന സംഭവമാണല്ലോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? അതായത് പോകുന്നേ ഇല്ല, കട്ടിയായിപ്പോയി. നിങ്ങളെ ഫീക്കൽ മാറ്റർ ഡ്രൈ ആയിപ്പോയി, നല്ല കട്ടിയായിപ്പോയി. എന്താണ് അവസ്ഥയ്ക്ക് വിളിക്കുക? എന്താണ് അസുഖം? അതൊരു സിംറ്റമായിട്ട് പറയാറുണ്ട്. എന്താ അസുഖത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺസ്റ്റിപ്പേഷൻ. എന്താണ് കോൺസ്റ്റിപ്പേഷൻ്റെ മലയാളം? ഡയേരിയ വയറിളക്കം എന്ന് പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്താ? മലബന്ധം. സ്നേഹബന്ധാണോ? അല്ല. മാലബന്ധാണോ? അല്ല. പിന്നെ എന്ത് ബന്ധാണോ? മലബന്ധം. അതാണ് കോൺസ്റ്റിപ്പേഷൻ. ഫീക്കസ് പോവാത്ത അവസ്ഥ. ഫീക്കസ് തങ്ങി നിൽക്കുന്നു എവിടെ? കോളൻ റീജിയണിൽ അല്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ലാർജ് ഇൻറ്റെസ്റ്റൈൻ അല്ലേ, വൻകുടൽ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പൗച്ചസ് ആയിട്ടാണ് കാണുക, ശരിയല്ലേ? ഇവിടെ ഫീക്കൽ മാറ്റർ സെമി സോളിഡ് സ്റ്റേറ്റിലാണ് കയറുക. അങ്ങനെ ഇതിൻ്റെ കോളൻ്റെ ഫംഗ്ഷനാണ് വെള്ളത്തിനെ കുറച്ച് തിരിച്ചെടുക്കും, മൊത്തമല്ലേ കുറച്ച് തിരിച്ചെടുക്കും. പക്ഷെ ഇവിടെ ഏതെങ്കിലും വേംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വേംസ് ഇതിനെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ഇൻറ്റെസ്റ്റൈനൽ പെർഫറേഷൻസ് എന്നാണ് വിളിക്കുക. ഈ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും കോളനിൽ. അപ്പോൾ എല്ലാ വെള്ളം ആ ഹോൾസിലൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഫീക്കസിന് താഴോട്ടേക്ക് ഒഴുകി വരാൻ പറ്റുമോ? ഫീക്കസ് വെള്ളം നഷ്ടപ്പെട്ടത് കൊണ്ട് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും, ഉണങ്ങിയ ഒരു അവസ്ഥയിൽ. ഡ്രൈ ഫീക്കസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. അയ്യേ. അപ്പോൾ ഫീക്കസ് കോളൻ റീജിയനിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ. ഫീക്കസ് തങ്ങി നിൽക്കുന്നു, റീറ്റെയിൻ ഫീക്കൽ മാറ്റർ റീറ്റെയിൻ വിത്തിൻ ദ കോളൻ റീജിയൻ ആസ് ദ ബവൽ മൂവ്മെന്റ് ഒക്കർ ഇറഗുലർലി. ഈ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെന്റിനെ നമ്മൾ ബവൽ മൂവ്മെന്റ് എന്നാ വിളിക്കുക. ടവൽ അല്ലേ, ബവൽ മൂവ്മെന്റ്. ആ ബവൽ മൂവ്മെന്റിന് ഒരു ഇറഗുലാരിറ്റി സംഭവിക്കും, കാരണം വെള്ളം നഷ്ടപ്പെട്ടിട്ടാ. അതാണ് കോൺസ്റ്റിപ്പേഷൻ.
അധിക ചില ഇൻഫെക്ഷ്യസ് കേസിൻ്റെ ടൈഫോയിഡ് ഫീവറിലൊക്കെ ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട് കേട്ടോ. മലബന്ധം, ഫീക്കസ് തങ്ങി നിൽക്കുന്നു എവിടെ? കോളൻ റീജിയണിൽ വെള്ളം നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലാണ്, വെള്ളത്തിന് മൊത്തം തിരിച്ചെടുത്തു, ഫീക്കസ് അവിടെ തങ്ങി നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫീക്കസ് റീറ്റെയിൻഡ് വിത്തിൻ ദ കോളൻ റീജിയൻ ആസ് ദ ബവൽ മൂവ്മെന്റ് ഒക്കെ ഇറഗുലർലി, അതാണ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം റീറ്റെയിൻ തങ്ങി നിൽക്കുക കോളൻ റീജിയനിൽ, ഫീക്കൽ മാറ്റർ. മനസ്സിലായോ? ഓക്കെ. അടുത്തത് 5ാമത്തെ ഡൈജസ്റ്റീവ് ഡിസോർഡർ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡൈജഷൻ. എന്താ ഇൻഡൈജഷന്? ഒരു ദഹനക്കേട്, ഒരു അസ്വസ്ഥത, എനിക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല, ആ അവസ്ഥയാണ് ഇൻഡൈജഷൻ. ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൈജസ്റ്റഡ് ലീഡിങ് ടു എ ഫീലിംഗ് ഓഫ് ഫുൾനെസ്, ഭക്ഷണം നേരെ ദഹനം നടക്കാഞ്ഞിട്ട് വയറ് നിറഞ്ഞൊരവസ്ഥ, കഴിച്ചത് അവിടെ കിടക്കുന്നുണ്ട്, പൊടിഞ്ഞിട്ടില്ല, അപ്പോൾ അടുത്തത് കഴിക്കാൻ തോന്നുമോ? ഇല്ല. അതാണ് ഇൻഡൈജഷൻ, ഒരു അസ്വസ്ഥത, ദഹനക്കേട് എന്നൊക്കെ പറയാറില്ലേ? ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൈജസ്റ്റഡ് ലീഡിങ് ടു എ ഫീലിംഗ് ഓഫ് ഫുൾനെസ്, ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇൻഡൈജഷൻ. എന്താണ് ഇതിന് കാരണം? അത് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ, ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. കോസസ് ഓഫ് ഇൻഡൈജഷൻ. മെയിനായിട്ട് 5 കാരണങ്ങളാണ് ഇതിലുള്ളത് അല്ലേ? ഭക്ഷണം നേരെ ദഹിക്കാതിരിക്കാൻ 5 കാരണങ്ങളുണ്ട്. ഒന്ന് എല്ലാവർക്കും ഉള്ളതാ, ഏതാ? ഓവർ ഈറ്റിംഗ്. ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക, വയറു നിറച്ച് കഴിച്ചിട്ടുണ്ട്, ആ പൗച്ചിലെ ചെറിയ സ്റ്റൊമക്ക് അത് മൊത്തം നിറച്ച് വെക്കുക, അപ്പോൾ അതിൻ്റെ ഡൈജഷൻ എത്ര സമയം പിടിക്കും? പിന്നെ അടുത്ത ഭക്ഷണം കഴിക്കാൻ തോന്നും. 4-5 മണിക്കൂർ ഡൈജഷൻ വേണോ? പ്രോട്ടീൻ ഡൈജഷനൊക്കെ സ്റ്റൊമക്കിൽ 4-5 മണിക്കൂർ സമയം വേണം. അത് കഴിഞ്ഞാലാണ് പിന്നെ ഹങ്കർ ഫീൽ ചെയ്യുക. അതുകൊണ്ടല്ലേ ദിവസത്തിൽ 3 നേരമല്ലേ നമ്മൾ കഴിക്കാറ് അധികം. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചു, 4 മണിക്കൂർ ഞാൻ അടുത്ത വിശപ്പ് ചിലപ്പോൾ വരും, ഉച്ചക്ക് കഴിക്കും, പിന്നെ വൈകുന്നേരം 4 മണിക്കൂർ ഞാൻ കുറച്ച് സ്നാക്സ് കഴിക്കും, പിന്നെ 4 മണിക്കൂർ ഞാൻ രാത്രി കഴിക്കും അല്ലേ? പക്ഷെ രാത്രി അങ്ങ് ലേറ്റായിട്ട് കഴിക്കുന്നത് നല്ലതല്ലേ? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഓവർ ഈറ്റിംഗ് ഇറ്റ് ലീഡ്സ് ടു ഇൻഡൈജഷൻ. ശരിയല്ലേ? അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ അത് ബാധിക്കും. അടുത്തത് സ്പൈസി ഫുഡ്. എന്താ സ്പൈസി ഫുഡ്? എരിവുള്ള ഭക്ഷണം. എന്തുകൊണ്ടാ എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ നേരെ ദഹനം നടക്കത്തില്ല എന്ന് പറയാൻ കാരണം? അത് കുറേ കണക്ട് ചെയ്യേണ്ടി വരും. കാരണം ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ആരെ പൊടിക്കുന്നത്? ഭക്ഷണത്തിന് പൊടിക്കുന്നത്. ഓരോ സ്ഥലത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷൻ നടക്കണമെങ്കിൽ അതിനോടനുബന്ധിച്ച ഹോർമോൺസ് അവിടേക്ക് ആദ്യം വരണം. ഓരോ ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് ഞാൻ, ഒരു ഡൈജസ്റ്റീവ് എൻസൈം ആയിക്കോട്ടെ, എക്സാമ്പിൾ ഞാൻ പറയുകയാണ് HCl. അവിടെ പെപ്സിനോജൻ HCl പെപ്സിൻ ആക്കുന്നുണ്ട്. പെപ്സിനാണ് അവിടെ ഫുഡിനെ പൊടിക്കുക. പെപ്സിൻ അസിഡിക് മീഡിയ ആവശ്യമാണ്. പക്ഷേ ആ HCl അല്ലെങ്കിൽ പെപ്സിൻ്റെ സെക്രീഷൻ അവിടേക്ക് നടക്കണമെങ്കിൽ ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആ സെല്ലിലേക്ക് വന്ന് വീഴണം. അപ്പോൾ സ്പൈസി ഫുഡ് നല്ലോണം എടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ സെക്രീഷൻ കുറയും. ഇതിനോടനുബന്ധിച്ച ഹോർമോൺസ് വേറെ ഉണ്ടാവും, അവരെ എതിർക്കാനും വേണ്ടിയിട്ട്. അതായിരിക്കും ബ്ലഡിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഹോർമോണിൻ്റെ റിലീസ് കുറയുമെന്ന് സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, നല്ല എക്സസ് സ്പൈസി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഹോർമോണ്, ഡൈജഷനനുബന്ധിച്ച ഹോർമോൺ എത്തിയിട്ടില്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് അവിടെ സെക്രീഷൻ നടക്കുമോ? പിന്നെ ഫുഡിനെ പൊടിക്കാൻ പറ്റുമോ? സ്പൈസി ഫുഡ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഡൈജഷൻ. അടുത്ത ഒരു അല്ലെങ്കിൽ ദഹനക്കേടിന് അല്ലെങ്കിൽ ഇൻഡൈജഷന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്സൈറ്റി. സപ്പോസ് ആങ്ഷ്യസ്, അതായത് ഞാൻ ഇപ്പോൾ ഒരു ഭയം, ഒരു പേടിയുള്ള എൻ്റെ മനസ്സിൽ ഫുള്ള് പേടിയാണ്, എന്തൊക്കെയോ ഭയം കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി ഭയങ്കര പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പേടിയുള്ള സമയത്ത് അഡ്രിനാലിൻ്റെ ഹോർമോണിൻ്റെ ഒക്കെ സെക്രീഷനേക്കും കൂടുതലുണ്ടാവുക അല്ലേ? ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നാറുണ്ടോ? വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവുക. കാരണം എന്താ? നേരത്തെ കഴിച്ച ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്താ കാരണം? അഡ്രിനാലിൻ ഹോർമോണിൻ്റെ ഒക്കെ സെക്രീഷനാണ് ആങ്സൈറ്റിൻ്റെ അല്ലെ ആങ്ഷ്യസ് കണ്ടീഷനിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഡൈജസ്റ്റീവ് ഹോർമോൺസിൻ്റെ സെക്രീഷൻ ആ സമയത്ത് കുറയൂലേ? ഡൈജസ്റ്റീവ് ഹോർമോൺസിന് അതിനോടനുബന്ധിച്ച ഹോർമോൺ വന്നാലേ എന്ത് ചെയ്യുള്ളൂ മക്കളെ? എന്ത് ചെയ്യുള്ളൂ? ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷൻ നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആങ്സൈറ്റി ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഡൈജഷൻ. കാരണം അതിനോടനുബന്ധിച്ച ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഡൈജസ്റ്റീവ് ഹോർമോൺസിൻ്റെ സെക്രീഷൻ കുറയും, അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷനും കുറയും. ഇറ്റ് ലീഡ്സ് ടു ഇൻഡൈജഷൻ. അടുത്തത് വേറെന്തോ കാരണവശാൽ ഗ്ലാൻഡ് നശിച്ചുപോയി. ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ. സപ്പോസ് എൻ്റെ സലൈവറി ഗ്ലാൻഡിന് ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡിനായ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന് ഒരു പ്രശ്നം വന്നു, പാങ്ക്രിയാസിന് ഒരു പ്രശ്നം വന്നു. ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഡൈജഷൻ. ശരിയല്ലേ? എന്തോ ഒരു കാരണവശാൽ എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നില്ല, ഗ്ലാൻഡ് നശിച്ചു പോയതാവാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഡൈജഷൻ.
അടുത്തത് അഞ്ചാമത്തെ കാരണമാണ് ഫുഡ് പോയ്സണിങ്. ഞാൻ കഴിക്കുന്ന ഫുഡിൽ എന്തോ അധികം ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവും അല്ലേ, ക്ലോസ്ട്രീഡിയം സ്പീഷീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ബാക്ടീരിയ നമ്മളെ ഭക്ഷണത്തിലുണ്ട്, അപ്പോൾ നേരെ ശരീരത്തിലേക്ക് എത്തി. അപ്പോൾ അത് കുറേ ഇടങ്ങേറ് നമ്മളെ ഈ കനാലിലൊക്കെ ക്രിയേറ്റ് ചെയ്യൂലേ, അപ്പോൾ നേരെ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷൻ നടക്കുമോ? ഇല്ല. ഫുഡ് പോയ്സണിങ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഡൈജഷൻ. അപ്പോൾ എന്താ ഇൻഡൈജഷൻ? ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൈജസ്റ്റഡ് ലീഡിങ് ടു എ ഫീലിംഗ് ഓഫ് ഫുൾനെസ്, അതാണ് ഇൻഡൈജഷൻ. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. 5 കാരണങ്ങൾ. ആദ്യമേ ഞാൻ പേരിട്ട് പറയാൻ കാരണം എന്താ, എക്സാമിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ 5 കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ 5 കാരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 5 കാരണങ്ങളും നിങ്ങൾ 5 കാരണങ്ങളാണല്ലോ സാറ് പഠിപ്പിച്ചത്, അത് ഒറ്റൊന്നും വിടാതെ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ഇൻഡൈജഷൻ്റെ കോസസ്? എന്തൊക്കെയാ? ഓവർ ഈറ്റിംഗ്, സ്പൈസി ഫുഡ്, പിന്നെ ഏതാ? ആങ്സൈറ്റി, ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ ആൻഡ് ഫുഡ് പോയ്സണിങ്. ഇനി നമുക്ക് ലാസ്റ്റ് ഡൈജസ്റ്റീവ് ഡിസോർഡറിലേക്ക് ഞാൻ പോവാണ്. അതാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അതായത് മാൽന്യൂട്രീഷൻ, മാൽ ഡെഫിഷ്യൻസിയാണ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. നല്ലോണം ഭക്ഷണം എന്തൊക്കെ കൊടുക്കാഞ്ഞിട്ട് വരുന്ന അസുഖമാണ്, പ്രോട്ടീനൊക്കെ നേരെ കൊടുക്കാനായിട്ടേക്കും. അങ്ങനെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഡിസോർഡേഴ്സിൽ നമുക്ക് 2 നമുക്ക് ഡിഫറൻഷിയേറ്റ് 2 നമുക്ക് പറയാനുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ക്വാഷിയോർക്കർ, അടുത്തത് മരാസ്മസ്. അപ്പോൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ക്വാഷിയോർക്കറും മരാസ്മസും. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടും മാൽന്യൂട്രീഷൻ ആണ്. നേരെ എന്തോ ഡയറ്റ് നേരെ കൊടുക്കാനായിട്ട് വരുന്ന അസുഖമാണ്, ശോഷിച്ച അവസ്ഥയാണ് രണ്ടും. ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു എളുപ്പമാർഗം പഠിപ്പിക്കട്ടെ, ശ്രദ്ധിച്ചോ. മരാസ്മസ്, മരവിച്ച് പോയിട്ടുണ്ട്, ആള് ശോഷിച്ച് പോയിട്ടുണ്ട്, ഇങ്ങനെ എല്ലും തോലും ആയിട്ടുണ്ട്, സ്കെലട്ടാ കാണാൻ. ഇവരും സ്കെലറ്റ് തന്നെയാണ്, പക്ഷെ ഇവരെ അപേക്ഷിച്ചിട്ട് മരാസ്മസ് മരവിച്ച് പോയിട്ടുണ്ട്. ക്വാഷിയോർക്കറോ ഇവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി തടി ഉണ്ടാവും. ആര്? ക്വാഷിയോർക്കർ ഉള്ള ആൾക്കാർ. രണ്ടും പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഡിസോർഡർ ആണ്, ഡയറ്റ് ഡെഫിഷ്യൻസി തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഏതാ? മരാസ്മസ്. നോക്കിക്കേ, എല്ലും തോലുമായിട്ട്. നമ്മളെ സോമാലിയക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അതൊക്കെ മരാസ്മസിലേക്ക് ലീഡ് ചെയ്ത്. എന്താ ഇതിന് കാരണം? നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ. ക്വാഷിയോർക്കറിന് മെയിൻ കാരണം ഡ്യൂ ടു എന്തായാലും പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ അല്ലേ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ചുരുക്കി പറഞ്ഞാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അങ്ങനെ അതിന് മുലപ്പാൽ കൊടുക്കാറുണ്ട് 2 വയസ്സ് വരെ, ഒരു ആവറേജ് 2 വയസ്സ് വരെ കൊടുക്കാറുണ്ട്. പണ്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ 4 വയസ്സൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ കൊടുക്കാറുണ്ട്, നല്ലതാണ്. അപ്പോൾ 2 വയസ്സ് വരെ അറ്റ്ലീസ്റ്റ് കൊടുക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ അമ്മ എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് 1 വയസ്സ് എത്തുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? മുലപ്പാലല്ല, മുല കൂടി നിർത്തി, മുലപ്പാൽ കൊടുക്കുന്നില്ല. ഇനിയോ നിർത്തിയതും പോരാഞ്ഞിട്ട് വേറെ ആർട്ടിഫിഷ്യൽ സപ്ലിമെൻസും കൊടുക്കുന്നില്ല, പ്രോട്ടീൻ റിച്ച് ഫുഡും കൊടുക്കുന്നില്ല. അപ്പോൾ ആ കുഞ്ഞിന് ഏത് വരാനുള്ള ചാൻസ് ഉണ്ട്? ക്വാഷിയോർക്കർ പോലത്തെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തതോ മരാസ്മസിന് കാരണം ഇവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് ഒരു തേങ്ങയും ഇവർക്ക് കൊടുക്കുന്നില്ലടോ, ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ പ്രോട്ടീനും അതുപോലെ കാലറി ഡെഫിഷ്യൻസി, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഡെഫിഷ്യൻസി. അതുകൊണ്ടല്ലേ ശോഷിച്ചു പോയെ. ഇവർക്ക് കാലറി ഒക്കെ കിട്ടുന്നതായിരുന്നു, ഇവർക്ക് ഒന്നുമില്ല, പാവങ്ങളാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രോട്ടീൻ ആൻഡ് കാലറി ഡെഫിഷ്യൻസി ലീഡ്സ് ടു മരാസ്മസ്. നോക്കിക്കേ, ശോഷിച്ച അവസ്ഥയിലാണ്. അതേപോലെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ക്വാഷിയോർക്കർ. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് മനസ്സിലായോ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ക്വാഷിയോർക്കർ, പ്രോട്ടീൻ ആൻഡ് കലോറി ഡെഫിഷ്യൻസി ലീഡ്സ് ടു മരാസ്മസ്. ഇനിയോ അടുത്ത വ്യത്യാസം എന്താ? ഞാൻ പറഞ്ഞു ഇതിൽ ആരെ വാരിയല്ല റിബ്സ് ആയിരിക്കും എടുത്ത് കാണിക്കുക. നോക്കടോ, ഇവരുതല്ലേ, ശോഷിച്ച ആൾക്കാരല്ലേ. നോക്കിക്കേ, മരവിച്ചു പോയതല്ലേ. റിബ്സ് ആർ പ്രൊമിനൻറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? റിബ്സ് ആർ നോട്ട് പ്രൊമിനൻറ്റ്. ഇവരെ അപേക്ഷിച്ചിട്ട് കുറച്ച് തടിച്ച അവസ്ഥയിലല്ലേ ഇവരുണ്ടാവുക. അതായത് ഇവർ പഫ് ഇങ്ങനെ തടിച്ചതുപോലൊന്നും അല്ലേ, ഇവരെ അപേക്ഷിച്ച് കുറച്ച് തടി ഉണ്ടാവുന്നേ ഉള്ളൂ. കാരണം ഇവിടെ സ്കിന്നിൻ്റെ അണ്ടറിൽ ഫാറ്റ് ലെയർ പ്രസൻ്റ് ആണ്. ഇവർക്ക് ഫാറ്റ് ലെയർ ഉണ്ടോ? ഇല്ല, ഇവിടെ ആബ്സെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീനും ഇതൊക്കെ നേരെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ബ്രെയിൻ നേരെ വർക്ക് ചെയ്യോ?
എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം രണ്ടാളിലും മെൻ്റൽ റിട്ടാർഡേഷനും തിന്നിങ് ഓഫ് ലിംസ് ഇതൊക്കെ കാണാറുണ്ട്. മസിൽ വേസ്റ്റിംഗ് ഒക്കെ കാണാറുണ്ട്, മസിൽ വേസ്റ്റിംഗ് കേട്ടോ. അതേപോലെ എന്തും കാണാറുണ്ട്, മെൻ്റൽ റിട്ടാർഡേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാറുണ്ട്. നല്ലപോലെ അവരുടെ ബ്രെയിനൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത്രയുമാണ് നമുക്ക് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഡിസ്കസ് ചെയ്തത്? ജോണ്ടിസ് അല്ലേ, ബിലിറൂബിൻ കൂടുന്ന അവസ്ഥ. അപ്പോൾ സ്കിന്നും അല്ലേ നമ്മുടെ തൊലിയും കണ്ണുകളൊക്കെ മഞ്ഞ കളറായിട്ട് മാറും. ലിവറിനെ എഫക്റ്റ് ചെയ്യും. എന്താ വൊമിറ്റിംഗ്? ഇജക്ഷൻ ഓഫ് ദ സ്റ്റൊമക് കണ്ടന്റ് ത്രൂ ദ മൗത്ത്. ഏതാ വൊമിറ്റ് സെൻറ്റർ? മിഡിൽ ഓബ്ലോങ്കേറ്റ. എന്താ ഡയേരിയ? ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ഫീക്കൽ ഡിസ്ചാർജ്. ഫീക്കസ് ലിക്വിഡ് ഫോമിൽ പോവുക, അവിടെ അബ്സോർപ്ഷൻ റേറ്റ് കുറവാണ്. അടുത്തത് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ. ഫീക്കസ് തങ്ങി നിൽക്കുന്ന അവസ്ഥ, റീറ്റെയിൻ വിത്തിൻ ദ കോളൻ റീജിയൻ ആസ് ദ ബവൽ മൂവ്മെൻറ്റ് ഒക്കെ ഇറഗുലർലി. ഇൻഡൈജഷൻ, ദഹനക്കേട്. ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൈജസ്റ്റഡ് ലീഡിങ് ടു എ ഫീലിംഗ് ഓഫ് ഫുൾനെസ്. കോസസ് എന്തൊക്കെയാണ്? ഓവർ ഈറ്റിംഗ്, സ്പൈസി ഫുഡ്, ആങ്സൈറ്റി, ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ ആൻഡ് ഫുഡ് പോയ്സണിങ്. ആൻഡ് ഫൈനലി പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഡിസോർഡേഴ്സ്, ക്വാഷിയോർക്കർ ആൻഡ് മെരാസ്മസ്. അവർ തമ്മിൽ വ്യത്യാസം, ഇത് മരവിച്ചു പോയി, ഇത് ഇവരെ അപേക്ഷിച്ച് കുറച്ചൊരു മെച്ചപ്പെട്ട രീതിയിലാണ്. പക്ഷേ രണ്ടാളിലും മെൻ്റൽ റിട്ടാർഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് മക്കളൊക്കെ പഠിക്കൂലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.